Good morning everyone. Welcome to Adda247 Malayalam channel. അതുപോലെ വെൽക്കം ടു ബാങ്കേഴ്സ് Adda247 മലയാളം ചാനൽ. എൻ്റെ പേര് റിന്റു സെബാസ്റ്റ്യൻ. വെൽക്കം ടു അവർ സെഷൻ. നമ്മുടെ ഹിന്ദു എഡിറ്റോറിയൽ അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഒരുപാട് വൊക്കാബുലറി നോക്കാനുണ്ട്. അതുപോലെ തന്നെ എഡിറ്റോറിയൽ വന്നിരിക്കുന്ന ഇന്നത്തെ ആർട്ടിക്കിൾ ഏതൊക്കെയാണെന്ന് നോക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ ജനറൽ അവയർനെസ്, അതുപോലെ നമ്മുടെ സ്പീക്കിംഗ് എബിലിറ്റി, നമ്മുടെ റൈറ്റിംഗ് സ്കിൽസ്, അതുപോലെ നിങ്ങളുടെ ഗ്രാമർ സ്ട്രക്ചേഴ്സ് റീബിൽഡ് ചെയ്തെടുക്കാനും ആൻഡ് വൊക്കാബുലറി എൻട്രി ചെയ്യാനുള്ള സെഷനാണ്. എല്ലാ ദിവസവും ഉള്ള സെഷനാണ്. മൺഡേ ടു ഫ്രൈഡേസിലുള്ള റെഗുലർ ആയിട്ടുള്ള സെഷനാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വിത്ത് എ കോട്ട്. നമ്മുടെ കോട്ടിന് ഇതാണ്. ഇന്ന് ഒത്തിരി വൈകി, ഇന്ന് ഒരുപാട് വേർഡ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കിന്ന് കോട്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇറ്റ് ഈസ് ഈസി ടു സിറ്റ് അപ്പ് ആൻഡ് ടേക്ക് നോട്ടീസ്. ചുമ്മാ ഇരിക്കുക, എന്നിട്ട് നോട്ടീസ് ചെയ്യുക. ഒരു കാര്യത്തെ നോക്കി കാണുക എന്നുള്ളത് എളുപ്പമുള്ള പരിപാടിയാണ്. വാട്ട് ഈസ് ഡിഫിക്കൽട്ട് ഇസ് ഗെറ്റിംഗ് അപ്പ് ആൻഡ് ടേക്കിംഗ് ആക്ഷൻ. അല്ലെ, നമ്മൾ എണീറ്റ് പ്രവർത്തിക്കുക, അല്ലെ, ആക്ഷൻ എന്ന് പറയുന്നതാണ് കീ. പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനേക്കാളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളൊരു കാര്യം ചെയ്യുക എന്നുള്ളത്. സോ നോട്ടീസ് ചെയ്യുന്നതിനേക്കാളും, അല്ലെ ചുമ്മാ ഇരിക്കുന്ന നോട്ടീസ് ചെയ്യുന്ന ഒരു കാര്യത്തെക്കാളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ അതിനേക്കാളും കുറച്ചുകൂടി ഡിഫിക്കൽട്ടാണ് നമ്മൾ എണീക്കുന്നതും അതുപോലെ തന്നെ ആക്ഷൻ ചെയ്യുന്നതും. സോ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ലൈഫിൽ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ വെറും ഒരു ഓഡിയൻസ് ആയിട്ട് ഇരുന്ന് ഓഡിയൻസിൻ്റെ പെർസ്പെക്റ്റീവിൽ ഇരുന്നാൽ മതിയോ, അതോ നമുക്ക് ഇറങ്ങി പ്രവർത്തിക്കണോ, കാര്യങ്ങൾ ചെയ്യണോ എന്നുള്ളൊരു പോയിന്റ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സോ ദാറ്റ്സ് അവർ കോട്ട് ഫോർ ടുഡേ. ഇന്ന് നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കാം, ആലോചിക്കാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ആർട്ടിക്കിൾ ഏതൊക്കെയാണെന്ന് പറയാം. ഇന്ന് ഒരു ഡിസ്കവറി, അല്ലെങ്കിൽ നമ്മളിതൊരു പുതിയൊരു കണ്ടുപിടുത്തത്തെ പറ്റി, ഒരു ഫിസിക്സിലൊരു പുതിയൊരു കണ്ടുപിടുത്തത്തെ പറ്റി ഇന്ന് ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യണം. ഒരു പുതിയ പാർട്ടിക്കിളിനെ പറ്റി. അപ്പോൾ സൂപ്പർ കണ്ടക്റ്റിംഗ് ആയിട്ടുള്ള സൂപ്പർ കണ്ടക്റ്റിംഗ് ഹൈപ്പിനെ പറ്റി, സൂപ്പർ കണ്ടക്ടിവിറ്റിയെ പറ്റിയൊക്കെ ഇന്നൊരു ആർട്ടിക്കിളുണ്ട്. കൊറിയയിൽ സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ച കാര്യങ്ങളെ പറ്റി ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അതാണ് ഇന്ന് നമ്മുടെ ആർട്ടിക്കിൾ ഫോർ ദി ഡേ. എന്നാൽ വേറൊരു ആർട്ടിക്കിൾ കൂടെ ഉണ്ട്, നമ്മുടെ പാകിസ്ഥാൻ്റെ ഡെമോക്രസിയെ പറ്റിയും അതുപോലെ തന്നെ അവിടുത്തെ നേരത്തെ പ്രൈം മിനിസ്റ്ററിൻ്റെ അറസ്റ്റിനെ പറ്റിയൊക്കെ ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അത് കുറേ നാളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. വീണ്ടും അറസ്റ്റ് ചെയ്യും, പിന്നെയും പുതിയ കേസ് വരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മൾ പാകിസ്ഥാനിലെ അവസ്ഥയെപ്പറ്റി ഡിസ്കസ് ചെയ്യപ്പെട്ടുള്ളത് നേരത്തെ. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന് നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. പക്ഷേ നമുക്ക് മറ്റ് ആർട്ടിക്കിൾ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു പുതിയൊരു സയൻറ്റിഫിക് ഇൻ്റർവെൻഷനൊക്കെ, ഒരു പുതിയൊരു സയൻറ്റിഫിക് ആയിട്ട് ഡിസ്കവറി അല്ലെങ്കിൽ ഒരു ഇൻവെൻഷനൊക്കെ വന്നാൽ നമ്മളത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് നമ്മൾ എന്തായാലും നോട്ട് ചെയ്ത് വെക്കണം. സോ അതാണ് ഇന്നത്തെ ആർട്ടിക്കിൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഒരുപാട് വേർഡ്സ് ഉണ്ട്. നമുക്ക് നേരെ വേർഡ്സിലോട്ട് പോകാം. നമ്മൾ ആദ്യം ഫ്രേസൽ വേർബ്സ്, വൺ വേർഡ്സ്, ഇഡിയംസിലോട്ടൊക്കെ പോകും. എന്നിട്ട് സിനോണിംസ്, ആന്റണിംസിലോട്ടൊക്കെ നമുക്ക് പോകാം കേട്ടോ. അപ്പോൾ സമയം കളയുന്നില്ല. നമ്മുടെ ഡെയിലി ക്വിസസ് ഒക്കെ അറ്റൻഡ് ചെയ്യണം. Adda247 ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ മറക്കണ്ട. വൊക്കാബുലറി ക്വിസ് ഉണ്ട്, അതുപോലെ സബ്ജക്ട് വൈസ് ക്വിസസ് ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങളത് യൂട്ടിലൈസ് ചെയ്യുക. ചാനലിലെ ക്ലാസ്സുകളൊക്കെ കാണുക. സബ്സ്ക്രൈബ് ചെയ്യുന്നേരം മറക്കണ്ട. നമുക്ക് നേരെ നമ്മുടെ ഇഡിയംസ്, ഫ്രേസൽ വേർബ്സ്, വൺ വേർഡ്സിലോട്ടും. അപ്പോൾ 2 പേജിലുണ്ട് കേട്ടോ. നമുക്ക് ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞു സൂപ്പർ കണ്ടക്ടിവിറ്റിയെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ അയച്ചേ. ഞാനൊന്ന് കണ്ടോട്ടെ നിങ്ങളെല്ലാവരും. ഒന്ന് ഗുഡ് മോർണിംഗ് ഒക്കെ അയക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്ന വാക്ക് എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് നമുക്ക് നോക്കാം. സോ സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന വാക്കിൻ്റെ അർത്ഥം ഇതാണ്: ദ എബിലിറ്റി ഓഫ് സർട്ടൻ മെറ്റീരിയൽസ് ടു കണ്ടക്ട് ഡയറക്റ്റ് ഇലക്ട്രിക് കറണ്ട്. DC-യെ ഡയറക്റ്റ് ആയിട്ടുള്ള ഇലക്ട്രിക് കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മെറ്റീരിയൽസിൻ്റെ എബിലിറ്റിക്ക് നമ്മൾ സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറയും. അവിടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഒരു സൂപ്പർ കണ്ടക്ടിവിറ്റിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിന്, അല്ലെങ്കിൽ ആ മെറ്റീരിയൽസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് ഇല്ലാത്ത, വിത്ത് സീറോ റെസിസ്റ്റൻസിൽ ഈ പറയുന്ന ഡയറക്റ്റ് ഇലക്ട്രിക് കറണ്ടിനെ കണ്ടക്ട് ചെയ്യാൻ പറ്റുന്നതിനെ നമുക്ക് എന്ത് പറയാം? സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറയാം. അതിനാണ് സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സൂപ്പർ കണ്ടക്ടിവിറ്റി. അപ്പോൾ ഒന്ന് ഓർത്ത് വെച്ചോണം, ദാറ്റ് ഈസ് സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന കാര്യം മറക്കണ്ട. എബിലിറ്റി ഓഫ് സർട്ടൻ മെറ്റീരിയൽസ് ടു കണ്ടക്ട് ഡയറക്റ്റ് ഇലക്ട്രിക് കറണ്ട് വിത്തൗട്ട് റെസിസ്റ്റൻസ് എന്ന് പറയും സൂപ്പർ കണ്ടക്ടിവിറ്റി. ഓർത്ത് വെച്ചോളാം. അപ്പം നമുക്ക് അടുത്ത വൺ വേർഡ് നോക്കാം. അടുത്ത ഫ്രേസൽ വെർബ് നോക്കാം. കിക്കപ്പ്. കിക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കിക്കപ്പ് ചെയ്യുക എന്നുള്ള വാക്കിന് അർത്ഥം എന്താണ്? കിക്കപ്പ് എന്ന വാക്കിൻ്റെ അർത്ഥം ഇതാണ്: ബി സ്ട്രോങ്. ഒരു കാര്യം കിക്കപ്പ് ആയി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി സ്ട്രോങ്ങർ ആയിട്ടുണ്ട്, കുറച്ചുകൂടി ശക്തി പ്രാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മഴയൊക്കെ വരുമ്പം കിക്കപ്പ് ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഉദ്ദേശിക്കുന്നത് അല്ല, സ്ട്രോങ്ങർ ആയി എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് കേട്ടോ. സ്ട്രോങ്ങർ ആയി എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ കിക്കപ്പ് ചെയ്യുക എന്നുള്ള വാക്ക് ഒന്ന് ഓർത്ത് വെച്ചല്ലോ കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കാര്യം സ്ട്രോങ്ങർ ആയി എന്ന അർത്ഥത്തിലാണ് കിക്കപ്പ് ചെയ്യുക എന്നുള്ള അർത്ഥം പറയുന്നത്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണേ. അടുത്തത് റിപ്പോസിറ്ററി. നിങ്ങൾ റിപ്പോസിറ്ററി എന്ന വാക്ക് കേട്ടിട്ടുണ്ടായിരിക്കും. സ്റ്റോർ പ്ലേസ് ഇല്ലേ, ഒരു സ്റ്റോറേജ് പ്ലേസ് അല്ലെങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്ന ഒരു പ്ലേസിനാണ് റിപ്പോസിറ്ററി എന്ന് പറയാം. ചില ആൾക്കാരെ പറ്റി നമ്മൾ പറയുന്നുണ്ട്, ഹീസ് എ റിപ്പോസിറ്ററി ഓഫ് നോളജ്. നോളജിൻ്റെ ഒരു കലവറയാണ് വിളിക്കാൻ. കലവറ എന്നൊക്കെ നമ്മൾ പറയില്ല, അതാണ് റിപ്പോസിറ്ററി എന്നൊരു വാക്ക്.
അതുപോലെ തന്നെ അല്ലെങ്കിൽ ഇതിനെ നമുക്ക് പറയാം പ്ലേസ് അല്ലെങ്കിൽ റിസെപ്റ്റിക്കിൾ അല്ലെങ്കിൽ പ്ലേസ് വേർ തിങ്സ് സ്റ്റോർഡ്. തിങ്സ് സ്റ്റോർ ചെയ്യുന്ന സ്ഥലം അല്ലെങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്ന സ്ഥലത്തെ നമുക്ക് വിളിക്കാം റിപ്പോസിറ്ററി എന്ന് പറയാം. ഓർത്ത് വെച്ചോണം കേട്ടോ, റിപ്പോസിറ്ററി. അടുത്ത വാക്ക് നിങ്ങൾ കേട്ട് പരിചയമുള്ള വാക്കായിരിക്കും ആംബിയൻസ് എന്നൊരു വാക്ക് കണ്ടിട്ടുണ്ട്. ENC വാക്ക് ആംബിയൻസ് എന്ന വാക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ നമ്മൾ പറയില്ലേ ചില സ്ഥലത്തൊക്കെ പോയി പറയും അവിടുത്തെ ഒരു ആംബിയൻസ് ഒന്ന് കാണേണ്ടത് തന്നെയാന്നൊക്കെ പറയും. ആ ഒരു ചുറ്റുപാട്ടിലുള്ള ആ ഒരു സറൗണ്ടിങ്സിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യത്തിനെയാണ് നമ്മൾ ആംബിയൻസ് എന്ന് പറയാം. ആ ഒരു ചുറ്റുവട്ടത്തിലുള്ളൊരു ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു അറ്റ്മോസ്ഫിയറും ആ ഒരു സറൗണ്ടിങ്സും, അതാണ് ആംബിയൻസ് എന്ന് നമ്മൾ പറയാം. അപ്പോൾ ആംബിയൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ റിലേറ്റിംഗ് ടു ദ ഇമീഡിയറ്റ് സറൗണ്ടിങ്സ് ഓഫ് സംതിങ്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ആംബിയൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തോട് റിലേറ്റഡ് ആയിട്ട്, സറൗണ്ടിങ്സിനോട് ഇമീഡിയറ്റ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള, ഇമീഡിയറ്റ് സറൗണ്ടിങ്സിനോട് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്ത എന്ത് കാര്യത്തിനും ആംബിയൻ്റ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഇന്ന് അതിനെ പറ്റി പഠിക്കുന്നതെന്ന് വെച്ചാൽ ഈ കണ്ടക്ടിവിറ്റി ഒക്കെ പറയുമ്പോൾ ആ കണ്ടക്ടിവിറ്റി എത്രമാത്രം സറൗണ്ടിങ്സുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സാധനമാണ് എന്ന രീതിയിലാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. സോ ദാറ്റ് ഈസ് ആംബിയൻറ്റ്. ഓർത്ത് വെച്ചോണം, ആംബിയൻറ്റ് എന്ന യൂസേജിൻ്റെ അർത്ഥം ഇതാണ്. റിലേറ്റിംഗ് ടു ദ ഇമീഡിയറ്റ് സറൗണ്ടിങ്സ് ഓഫ് സംതിങ് എന്നാണ് ആംബിയൻറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഓക്കെ, ആംബിയൻസ് കേട്ട് പരിചയം ഉണ്ടാവുമായിരിക്കുമല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ ഗുഡ് മോർണിംഗ് ഉണ്ട്. ഇനി സെൻറ്റൻസ് വേഗം ഫ്രെയിം ചെയ്തോളൂ കേട്ടോ. അടുത്ത ഇഡിയം പിടിച്ചോ, ഫിറ്റ് ദ ബിൽ. ദിസ് കാർ, ഐ ബോട്ട് എ ന്യൂ കാർ വിച്ച് ഫിറ്റ്സ് ദ ബിൽ. ഞാനൊരു പുതിയ കാർ മേടിച്ചു, ഇറ്റ് ഫിറ്റ്സ് ദ ബിൽ എന്ന് പറഞ്ഞാൽ അത് സൂട്ടബിളാണ് എല്ലാ കാര്യത്തിനും. അത് നമുക്ക് പറ്റുന്നൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മളൊരു എന്തെങ്കിലും ഒരു പേർപ്പസിന് വേണ്ടി, ഒരു പെർട്ടിക്കുലർ പേർപ്പസിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തെങ്കിൽ നമ്മൾ പറയാറുണ്ട് ഇത് സൂട്ടബിളായ ഒരു സാധനം, ഇത് നമുക്ക് പറ്റുന്ന ഒരു കാര്യമാണ് എന്ന് നമ്മൾ പറയാറില്ലേ? ലൈക്ക് നമ്മൾ ഫീസിബിൾ ആണ് അല്ലെങ്കിൽ വയബിൾ ആണെന്നൊക്കെ പറയില്ലേ? വയബിലിറ്റി ഉണ്ട്, വയബിൾ ആയ സാധനമാണ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഫിറ്റ്സ് ദ ബിൽ. ഇത് സൂട്ടബിൾ ആണ്, ഇന്ന കാര്യത്തിന് സൂട്ടബിൾ ആയ ഒരു കാര്യമാണ് എന്ന് പറയാൻ വേണ്ടി നമുക്ക് പറയാം ഫിറ്റ് ദ ബിൽ എന്ന് പറയാം. ഒരു ഇഡിയമാണ്. ഇപ്പം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഓർത്ത് വെച്ചോ, നമുക്കത് എന്താ പറയുക, ഡെയിലി യൂസിലൊക്കെ പറയാം. എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ വാങ്ങിച്ചു, അല്ലെങ്കിൽ ഈ വീട് കൊള്ളാം, ഈ അപ്പാർട്ട്മെൻറ്റ് കൊള്ളാം, ഇറ്റ് ഫിറ്റ് ദ ബിൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു കേപ്പബിലിറ്റി ഉണ്ടല്ലോ അല്ലെ? ഓരോരുത്തർക്ക് ഓരോ കേപ്പബിലിറ്റി, ആ കേപ്പബിലിറ്റി ഉള്ളിൽ നിൽക്കുന്നത് നമുക്ക് സൂട്ടബിൾ ആയ ഒരു കാര്യമാണ് അല്ലെ? ഇറ്റ് ഫിറ്റ്സ് ദ ബിൽ ഫോർ മീ, എനിക്ക് പറ്റുന്ന ഒരു സാധനം ഇത് എന്ന് പറയില്ലേ? അതിനാണ് ഫിറ്റ് ദ ബിൽ എന്ന ഇഡിയം നമ്മൾ ഉപയോഗിക്കുക കേട്ടോ, ഓർത്ത് വെച്ചത്. പിന്നെ നമ്മുടെ 7th ഡേൻ്റെ അകത്ത് പൃഥ്വിരാജ് പറയുന്ന ഡയലോഗ് ഉണ്ട്, ഐറണി എന്ന വാക്ക്. ഒരുപാട് അത് കഴിഞ്ഞിട്ട് ഐറണി എന്ന വാക്ക് ഭയങ്കര എന്താ പറയുക, എല്ലാവരുടെയും യുവജനങ്ങളുടെ ഇടയിലൊക്കെ ഭയങ്കര പബ്ലിസിറ്റി നേടിയ ഒരു വാക്കാണ് ഐറണി. വൈരുദ്ധ്യം എന്നൊക്കെ നമ്മൾ പറയും അല്ലേ? ലൈഫ് ഈസ് എൻ ഐറണി. ലൈഫ് എന്ന് പറഞ്ഞ ഒരു വൈരുദ്ധ്യമാണ് കേട്ടോ. എന്നുവെച്ചാൽ സെയിങ് സംതിങ് ഓപ്പോസിറ്റ് ഓഫ് വാട്ട് യു ഇൻറ്റൻഡ്. നീ പറയുന്നത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് ഒരു ഹ്യൂമറസ് എക്സ്പ്രഷൻ ആട്ടോ. നമ്മളൊരാളോട് ഇന്ന് നിന്നെ കാണാൻ കൊള്ളാലോടാ എന്ന് ഒരു സർക്കാസ്റ്റിക് ആയിട്ട് ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർത്തോണം, ആ ചിരിയിൽ നിന്ന് എക്സ്പ്രഷൻ ഒന്ന് കണ്ടുപിടിച്ചോണം. അത് കളിയാക്കിക്കൊണ്ട് പറയുന്നതാണ്, സർക്കാസ്റ്റിക് ആണ്, പാരഡോക്സ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണെന്ന് ഓർക്കുക. അതാണ് ഐറണി എന്ന് പറയാം. പറയുന്ന കാര്യം ഉദ്ദേശവും രണ്ടാണ്. ഉദ്ദേശം ഇസ് ഓപ്പോസിറ്റ് ഓഫ് വാട്ട് ഹീസ് സെയിങ്. ആ പുള്ളി പറയുന്ന വാക്ക് ചിലപ്പം ഇപ്പം നല്ല ഉദ്ദേശത്തോട് പറയുന്ന ഒരു കാര്യം, എസ്പെഷ്യലി നല്ല കാര്യമാട്ടോ നമ്മളോട് ഒരാൾ പറയാം. ഐറണി എപ്പോഴും എങ്ങനെ അറിയോ, ഒരു നല്ല ഒരു കോംപ്ലിമെൻറ്റോ അല്ലെങ്കിൽ ഒരു നല്ല കാര്യം ഒരാൾ പറയുന്നു, പക്ഷേ അയാളുടെ ഇൻറ്റൻറ്റ് ഇസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇൻറ്റൻറ്റ് ഭയങ്കര ഓപ്പോസിറ്റ്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇൻറ്റൻറ്റ്, അങ്ങനെ ഒരു ഉദ്ദേശത്തോടെ ഇത് പറയാം. അപ്പോൾ അതിന് നമ്മൾ പറയും ഐറണി എന്ന് പറയും കേട്ടോ. അത് വളരെ ഹ്യൂമറസ് ആയിട്ട് കേട്ടോ, വളരെ സർക്കാസ്റ്റിക് ആയിട്ട് ഹ്യൂമറസ് ആയിട്ടൊരു എക്സ്പ്രഷൻ ആയിരിക്കും. അതിനാണ് നമ്മൾ വിളിക്കുക ഐറണി എന്ന് വിളിക്കുക. ഒന്ന് ഓർത്ത് വെച്ചോണേ, ഐറണി എന്ന വാക്ക് മറക്കണ്ട, ഐറണി എന്ന വാക്ക് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്താ പറയുക, എക്സാം പോയിന്റ് ഓഫ് വ്യൂലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു വാക്കാണ് ഐറണി എന്ന വാക്ക്, ഓർത്ത് വെച്ചോളാം. ദാറ്റ് ഇസ് ഐറണി. ഓക്കെ, ക്ലിയർ ഐ ഗസ്? അപ്പോൾ നോക്കി, ഇന്ന് നമുക്ക് മുമ്പിലുള്ള വാക്കുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ സൂപ്പർ കണ്ടക്ടിവിറ്റി, കിക്ക് അപ്പ് ഫ്രേസൽ വെർബ് ആണ്, പിന്നെ റിപ്പോസിറ്ററി ഉണ്ട്, അതുപോലെ ആംബിയൻറ്റ്, ഫിറ്റ് ദ ബിൽ ആൻഡ് ഐറണി. മറക്കണ്ട കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കട്ടെ നിങ്ങളുടെ സെന്റൻസ്. കേരള കലാമണ്ഡലം ഈസ് എ റിപ്പോസിറ്ററി പ്ലേസ് ഓഫ് ആർട്സ്. അവിടെ പ്ലേസ് എന്ന് കൊടുക്കണ്ട കേട്ടോ, ആദ്യത്തെ ഒരു റിപ്പോസിറ്ററി കൊടുത്താൽ ഈസ് എ റിപ്പോസിറ്ററി ഓഫ് ആർട്സ് എന്ന് കൊടുത്താൽ സെറ്റ്. അവിടെ പിന്നെ വീണ്ടും പ്ലേസിൻ്റെ ആവശ്യമില്ല. ഗുഡ് മോർണിംഗ് ശബരി, ഹായ് ഹോമി വൈബ്സ്. ആദ്യമായിട്ട് വരുന്നതാണോ? ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു അവർ സെഷൻ. ഷഹാന എവിടെ ആയിരുന്നു? 2 ദിവസമായിട്ട് കണ്ടില്ലല്ലോ. സിൽവർ ഇൻ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ കിക്സ് അപ്പ് ഇൻ ഇലക്ട്രിസിറ്റി കണ്ടക്ഷൻ വിയ superconductivity. That's great. During a sunny day, the ambient temperature is very high. That's great. I usually go with my friend as she fits the bill in bargaining. അടിപൊളി, അത് കൊള്ളാം. ഷോപ്പിങ്ങിന് പോകുമ്പോൾ അങ്ങനെയുള്ള ഫ്രണ്ട് കൂടെയുള്ളത് നല്ലതല്ലേ? നന്നായി, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. That's great. This part of the land is fit the bill for the owner. അങ്ങനെയല്ല, this part of the land is അവിടെ വേണ്ട. This part of the land fits the bill for the owner എന്ന് പറഞ്ഞാൽ this part of the land fits the bill. Fit അവിടെ വെർബാണ്.
അപ്പോൾ വെർബ് അവിടെ പിന്നെ ഈസും V1 ഒരുമിച്ച് കൊടുക്കില്ലല്ലോ. ബി ഫോർമുലേഷനോട് ഒരിക്കലും നമ്മൾ V1 കൊടുക്കില്ലല്ലോ ഷഹാന. അത് ശ്രദ്ധിക്കണം കേട്ടോ. ഈസോ, ആമോ, ആറോ, വോസോ, വേറോ, ബിയോ, ബീനോ, ബീങ്ങോ, അങ്ങനെ 8 ഫോർമുലേഷൻ ഉണ്ട്. ആ 8 ഫോർമുലേഷൻ്റെ കൂടെ ഒരിക്കലും വേറൊരു V1 വെർബിന്റെ V1 ഫോർമുലേഷൻ കൊടുക്കരുത്. എങ്ങനെ കൊടുത്താൽ മതി? അതിന് ആ ഈസം കട്ട് ചെയ്യുക, എന്നിട്ട് കൊടുക്കുക ദിസ് പാർട്ട് ഓഫ് ദ ലാൻഡ് ഫിറ്റ്സ് ദ ബിൽ ഫോർ ദ ഓണർ എന്ന് കൊടുത്താൽ സെറ്റായി. ഓക്കെ, നോട്ട് ചെയ്തോണേ, ഇമ്പോർട്ടൻ്റ് ആണേ, ഓർത്ത് വെച്ചോളാം. ദാറ്റ് ഈസ് ഫിറ്റ് ദ ബിൽ. ഓക്കെ, ക്ലിയർ ഐ ഗസ്. അപ്പോൾ നമുക്ക് അടുത്ത സെറ്റിലോട്ട് പോകാലോ അങ്ങനെയാണെങ്കിൽ. നെക്സ്റ്റ് വൺ, ഇൻ ദ ഫേസ് ഓഫ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത വാക്കാണ് അല്ലെ ഫ്രേസ് ആണ് ഇൻ ദ ഫേസ് ഓഫ്. ഇൻ ദ ഫേസ് ഓഫ് സംതിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതാണ്, when confronted with something. എന്തെങ്കിലും കാര്യം അഭിമുഖീകരിക്കുമ്പോൾ, ഫേസ് ചെയ്യുമ്പോൾ അല്ലെ. ഇൻ ദ ഫേസ് ഓഫ് സംതിങ്, ഇൻ ദ ഫേസ് ഓഫ് ഡേഞ്ചർ, ഇൻ ദ ഫേസ് ഓഫ് എ ഹസാർഡ്, ഇൻ ദ ഫേസ് ഓഫ് പാൻഡമിക് ഒക്കെ ഞാൻ പറഞ്ഞിരുന്നു. വെൻ കൺഫ്രണ്ടഡ് വിത്ത് എന്നാണ് ഇൻ ദ ഫേസ് ഓഫ് എന്ന ഫ്രേസിന്റെ അല്ലെങ്കിൽ ഇഡിയം അർത്ഥം കേട്ടോ. അടുത്ത ബെയർ ഇൻ മൈൻഡ്. ഇതൊന്ന് ഓർത്തോണേ. ബെയർ ഇൻ മൈൻഡ് ദാറ്റ് യു ആർ നോട്ട് അലോൺ. മനസ്സിൽ ഓർത്ത് വെച്ചോണം, നീ ഒറ്റയ്ക്കല്ല എന്നൊരു കാര്യം ഓർത്ത് വെച്ചോണം. ചില ആൾക്കാർ നമ്മളോട് ഉപദേശമൊക്കെ പറയില്ലേ, ബെയർ ഇൻ മൈൻഡ്, ഈ കാര്യം മനസ്സിലുണ്ടായിരിക്കണം, ഈ കാര്യം മനസ്സിലുണ്ടായിരിക്കണം, ബെയർ ഇൻ മൈൻഡ് എന്ന് പറയാറുണ്ട്. അതായത് ഇത്രേ ഉള്ളൂ, ഒരു കാര്യത്തെ പറ്റി ഓർക്കുക, എന്നിട്ടത് മുഖവരയ്ക്ക് എടുക്കുക അല്ലെ, ടേക്ക് ഇൻ ടു അക്കൗണ്ട്. ഇങ്ങനൊരു കാര്യം കൂടെ മുന്നോട്ട്, അതും കൂടി ഒന്ന് ഓർത്തിട്ട് വേണം നീ ഒരു കാര്യങ്ങൾ ചെയ്യാൻ അല്ലേ. ഇന്ന ഒരു എക്സാം ഒക്കെ എഴുതാൻ പോകുമ്പോൾ പറയും ബെയർ ഇൻ മൈൻഡ് ദാറ്റ്, ബെയർ ഇൻ മൈൻഡ് ടു അവോയ്ഡ് നെഗറ്റീവ്സ്. നെഗറ്റീവ് മാർക്ക് അവോയ്ഡ് ചെയ്യുന്ന കാര്യം മറക്കണ്ട, അതൊന്ന് മുഖവരയ്ക്ക് എടുത്തോണം ആ കാര്യം. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം ചിന്തിക്കുക എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ നമുക്ക് തരുന്ന ഒരു റിമൈൻഡർ തരുന്ന ഒരു കാര്യത്തിനാണ് ബെയർ ഇൻ മൈൻഡ് എന്ന് പറയാം കേട്ടോ. അതൊരു ഇഡിയമാറ്റിക് എക്സ്പ്രഷനാണ്, ഇഡിയമാണ്. ബെയർ ഇൻ മൈൻഡ് എന്ന് പറഞ്ഞാൽ ടേക്ക് ഇൻ ടു അക്കൗണ്ട്, മുഖവരയ്ക്ക് എടുക്കുക. നമ്മൾ പറയില്ലേ ഒരു കാര്യം മുഖവരയ്ക്ക് എടുക്കുക, അതിനാണ് ബെയർ ഇൻ മൈൻഡ് എന്ന് പറയാം. ഓർത്ത് വെച്ചോണം, ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ദ irony of the poem is quite different from what the poet writes in his poem. That's great. Okay, Rintu Mam's introduction is fit the bill to kick up in vocab. ഒരു ശ്രദ്ധ ഇങ്ങനെ കൊടുക്കാം. കിക്കപ്പ് നമുക്ക് കൊടുക്കാം, പക്ഷേ കിക്കപ്പിൻ്റെ കൂടെ പിന്നെ ഇന്ന് കൊടുക്കേണ്ട കാര്യമില്ല ശബരി. അടുത്തൊരു പോയിന്റ്, വീണ്ടും ഞാൻ ഷഹാനോട് പറഞ്ഞ അതേ കാര്യം നീ ഇവിടെ തെറ്റിച്ചിട്ടുണ്ട്. ഈസും ഫിറ്റൂടെ ഒരുമിച്ച് വരില്ല. അതിന് പകരം കൊടുക്കുക റിന്റു മാംസ് എഡിറ്റോറിയൽ സെഷൻ ഫിറ്റ്സ് എ ബിൽ ഈസ് സൂട്ടബിൾ ടു കിക്ക് അപ്പ് വൊക്കാബ് എന്ന് കൊടുത്താൽ മതി. അവിടെ പിന്നെ ഇന്ന് കൊടുക്കണ്ട. കണ്ടോ, ഇവിടെ ഓൾറെഡി കിക്കപ്പ് എന്ന് പറഞ്ഞാൽ വൊക്കാബ് സ്ട്രോങ്ങർ ആക്കാൻ വരൂലേ, അപ്പോൾ പിന്നെ ഇന്ന് വേണ്ട. അപ്പോൾ നീ ഇങ്ങനെ കൊടുക്കുക. ശബരി ഒരിക്കൽ കൂടി പറയാം, റിന്റു മാംസ് എഡിറ്റോറിയൽ സെഷൻ ഫിറ്റ്സ് എ ബിൽ ടു കിക്ക് അപ്പ് വൊക്കാബ് എന്ന് കൊടുത്താൽ സെറ്റ്. ശ്രദ്ധിച്ചോണേ. My office is repository of people with various characters. That's great. Sanil, good morning. Okay, bear in mind that you should work hard to achieve this. That's great, Rahana. You should bear in mind. ആ bear സ്പെല്ലിംഗ് മാറിപ്പോയ അനുപമ, ആ ബെയറിന്റെ അർത്ഥം വേറെയാണ്. ഈ ബെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓർക്കുക എന്നുള്ള അർത്ഥത്തിൽ ആ ഒരു ബെയർ ചെയ്യാന്ന് പറയില്ലേ, എന്താ ക്യാരി ഇൻ മൈൻഡ്, അതാ ഉദ്ദേശിക്കുന്നത്. ബെയർ ഇൻ മൈൻഡ് ഒന്നർത്ഥം ബെയർ ക്യാരി ചെയ്യുക അല്ലെങ്കിൽ ടോളറേറ്റ് ചെയ്യുക. ഐ കനോട്ട് ബെയർ യു എനിമോർ, ഐ കനോട്ട് ബെയർ യു, എനിക്ക് നിന്നെ ഇനി സഹിക്കാൻ പറ്റുകയില്ല എന്ന് പറയില്ലേ. അല്ലാത്തൊരു ബെയറുണ്ട്. ആ ബെയർ ഏത് ബെയറാണെന്നറിയോ? അല്ലാത്ത ബെയർ ഈ ബെയർ നമ്മൾ പറയുന്ന ഈ ബെയർ എന്തിൻ്റെ അർത്ഥം? ബെയർ ഫുട്ട് എന്നൊക്കെ നമ്മൾ പറയില്ല, വിത്തൗട്ട് എന്ന അർത്ഥം. നഗ്നമായിട്ടുള്ള, വിത്തൗട്ട്, ബെയർ ഫുട്ട് എന്ന് പറയില്ലേ. ബെയർ ഫുട്ട് എന്ന് പറഞ്ഞാൽ നഗ്നപാദം, കാലിൽ ചെരുപ്പൊന്നും അണിയാൻ നടക്കുന്നതന്നെ ബെയർ ഫുട്ട് പറയും. ഈ ബെയർ ആട്ടോ, അത് വെർബല്ല, അത് അഡ്ജക്റ്റീവ് ബെയർ ആണ്. നമ്മൾ അഡ്ജക്റ്റീവ് ആയിട്ടാണ് പറയുന്നത്. ബെയർ ഇല്ലാത്ത എന്നുള്ള അർത്ഥത്തിൽ, ഡിവോയിഡ് എന്നൊക്കെ അർത്ഥത്തിൽ വരുന്ന സാധനമാണ് ബെയർ. അപ്പോൾ ഈ ബെയർ പറയുമ്പോൾ ഓർത്തോണം, അത് നമ്മൾ അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അതാണ് ബെയർ ഇൻഫിനിറ്റീവ് എന്നൊക്കെ നമ്മൾ പറയുന്നത്, ബെയർ ഇൻഫിനിറ്റീവ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ബെയർ ഡിഫറെൻ്റ് ആണ്, ആ ബെയറും ഡിഫറെൻ്റ് ആണ്. ഈ ബെയർ ആണ് വെർബ്. ഓക്കെ, ബെയർ ചെയ്യുക, ഓർത്ത് വെച്ചോണം. ഓക്കെ അനുപമ, ശ്രദ്ധിക്കണത് you should bear in mind about the call letter before entering the exam hall. That's great. He makes up his mind to manifest the corpus of his works. ആ വർക്ക്സ് എന്ന് പറയുന്നത് ലിറ്റററി വർക്ക്സ് അല്ലേ വിനു? വിനു എവിടെയായിരുന്നു? ഇന്നലെ ഒന്നും കണ്ടില്ലല്ലോ. The camera fit the bill അല്ല, ട്രൂത്തെ പാസൻസ് ആണെങ്കിൽ ഓക്കെ, ഫിറ്റിൻ്റെ പാസൻസ് ഫിറ്റ് തന്നെ. അപ്പോൾ എന്നെ കൊടുക്കാം, ദിസ് ക്യാമറ ഫിറ്റ് ദ ബിൽ ഫോർ മൈ ഫോട്ടോഗ്രാഫി എന്ന് കൊടുക്കാം. കറക്റ്റാണ്. അപ്പോൾ ഒരു കാര്യമുണ്ട്, ഫിറ്റിൻ്റെ പാസൻസ് ഫിറ്റ് ആയതുകൊണ്ട് പാസൻസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നെങ്കിൽ ഓക്കെ. അല്ലാതെ ഇപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ആണെങ്കിൽ ഫിറ്റ്സ് കൊടുക്കണേ, സബ്ജക്റ്റ് അനുസരിച്ച്. ക്യാമറ സിംഗുലർ ആണ്, അപ്പോൾ വെർബ് സിംഗുലർ കൊടുക്കുന്ന കാര്യം ഒന്ന് ഓർത്ത് വെച്ചോണം. ഓക്കെ, ഒന്ന് നോട്ട് ചെയ്തോണം. ആൻഡ് യു ഷുഡ് ബെയർ ഇൻ മൈൻഡ് അബൌട്ട് ദ റിസ്ക് ബിഫോർ ഇൻവെസ്റ്റിംഗ് ഇൻ സ്റ്റോക്സ്. ദാറ്റ്സ് ഗ്രേറ്റ് സനിൽ. ബെയർ ഇൻ മൈൻഡ് ഓൺ യുവർ വേർഡ്സ് when you are angry. That's great. It was in the face of flood in Kerala, the helping hands of fishermen വേണ്ട, hands of fisherman മതി കേട്ടോ. helping hands of ഫിഷർമാൻ്റെ ഹാൻഡ്സ് എന്ന് കൊടുത്തു, പിന്നെ അപ്പസ്ട്രോഫി കൊടുക്കണ്ട. ഡബിൾ അപ്പസ്ട്രോഫി കൊടുത്താൽ ആ സെൻറ്റൻസ് സൂപ്പർ ഫ്ലോസ് ആവും ആദിത്യ. അപ്പോൾ ഇങ്ങനെ കൊടുക്കാം, it was in the face of flood in Kerala, the helping hands of fishermen എന്ന് കൊടുക്കുക. fishermen പ്ലൂറൽ വേണ്ടേ, fishermen
came to the rescue എന്ന് കൊടുത്താൽ okay. He's finally made up his mind. അവിടെ ഈസ് വേണ്ട ആദർശേ. He finally made up his mind. He's going to study business. He finally made up his mind, comma, he is going to study business. He finally made up. കേട്ടോ, കാര്യം നമ്മൾ ഓർത്ത് നോക്കുക, മേക്കപ്പ് വൺസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ ഡിസിഷൻ എടുക്കുക. മേക്ക് എ ഡിസിഷൻ, മേക്കപ്പ് വൺ. ഡിഡ് യു മേക്കപ്പ് യുവർ മൈൻഡ്? തീരുമാനിച്ചോ? കാര്യം തീരുമാനിച്ചോ എന്താ ചെയ്യേണ്ടതെന്ന്? മേക്ക് അപ്പ് വൺസ് മൈൻഡ്. ആ വൺസിന്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് എല്ലാ പോസിറ്റീവും കൊടുക്കാം. മൈ മൈൻഡ്, യുവർ മൈൻഡ്, ഹിസ് മൈൻഡ്, ഹെർ മൈൻഡ്, ഇറ്റ്സ് മൈൻഡ്, ദെയർ മൈൻഡ്, റിൻറ്റൂസ് മൈൻഡ്, ആദിത്യാസ് മൈൻഡ്, ഇഷ്ടംപടി ആരുടെ ഇല്ല കൊടുത്ത്. അപ്പോൾ നൗൺ ആണെങ്കിൽ അതുപോലെ വൺ ആണെങ്കിൽ മാത്രം അപ്പസ്ട്രോഫി വരുള്ളൂ. ബാക്കി ഒന്നിനും നമ്മൾ അപ്പസ്ട്രോഫി കൊടുക്കാറില്ല. അത് ഓർത്തോണം കേട്ടോ, അത് ഓർത്തോളൂ. അതിനൊക്കെ അപ്പസ്ട്രോഫി ഇല്ല, അല്ലാതെ തന്നെ പോസിറ്റീവ് അഡ്ജക്റ്റീവ് ഉണ്ട്, അതുകൊണ്ട്. ഓക്കെ, അപ്പം ഹി ഫൈനലി മെയ്ഡ് അപ്പ് ഹിസ് മൈൻഡ് എന്ന് കൊടുക്കണം ആദർശേ. കോട്ടൺ റോ മെറ്റീരിയൽ ഫിറ്റ്സ്. വീണ്ടും അതിന് നേരത്തെ ഞാൻ ഇത് തന്നെയാണ് ശബരിയോടും അതുപോലെ തന്നെ ഷഹാനോടും പറഞ്ഞു കൊടുത്തത്. കോട്ടൺ റോ മെറ്റീരിയൽ ഫിറ്റ്സ് ദ ബില്ല് മതി, അവിടെ ഈസിന്റെ ആവശ്യമില്ല. കോട്ടൺ റോ മെറ്റീരിയൽ ഫിറ്റ്സ് ദ ബിൽ ടു മേക്ക് എ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി എന്ന് കൊടുത്താൽ മതി. അവിടെ പിന്നെ ഈസ് നമ്മൾ ഒരിക്കലും ഉണ്ടല്ലോ ഒരു V5 ആണ് എസ് ഇട്ട് കൊടുക്കുന്ന ഫോമുകളെ V5 എന്ന് വിളിക്കും. അതല്ലാതെ ഫിറ്റ് ഇപ്പോൾ V1 ആയിട്ട് നമ്മൾ ഒരിക്കലും ബി ഫോമുലേഷനിലൂടെ ഈസിൻ്റെയോ ആമിൻ്റെയോ ആറിൻ്റെയോ ഓസിൻ്റെയോ വേറിൻ്റെയോ ബിയുടെ ബീങ്ങിൻ്റെ കൂടെ 8 എണ്ണത്തിൻ്റെ കൂടെ നമ്മൾ ഒരു കാരണവശാലും V5ഓ V1ഓ ഇട്ട് കൊടുക്കരുത്. നമ്മളെപ്പോഴും ING ഫോം ഉപയോഗിക്കാം. ഒന്നെങ്കിൽ ING ഫോം ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു മെയിൻ വേർബ് ആയിട്ട് ഉപയോഗിക്കാം. ഒന്നെങ്കിൽ മെയിൻ വേർബ് ആയിട്ട് നമുക്ക് ബി ഫോമുലേഷൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് അതിനെ ING ഫോം കണ്ടിന്യൂസ് ടെൻസിൽ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കാം. ഇനി അതും അല്ലെങ്കിൽ പാസീവ് വോയിസിൽ ഉപയോഗിക്കാം. ഇത് മൂന്നും അല്ലെങ്കിൽ പിന്നെ എന്തിങ്ങനെ ഉപയോഗിക്കാൻ പറ്റും? അത് തെറ്റാണ്. അപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് കളയണം കേട്ടോ, അതിൻ്റെ ആവശ്യമില്ല. അതിലൊന്ന് ശ്രദ്ധിച്ചോണേ. ഓക്കെ. Nandana, good morning. We aim to bear this principle in mind at all times. That's great. I made up my mind to prepare for that examination. That's great. He made his mind up to study abroad. That's great. You should bear in mind about the spam message which is always asking you about the PIN number of the ATM card. That's great. In the wake of conflagration, the mandate bears in mind the apple of discord. That's great. Before the invention of something, one must bear in mind the failures that occur before it. That's great. That's great. He made up his mind to become a vegetarian. That's great. അവസാനം തീരുമാനം എടുത്തല്ലേ, നന്നായി. അടുത്ത സ്റ്റെപ്പും ചെയ്യാം അല്ലെ. നമ്മൾ സ്റ്റെപ്പ് അപ്പ് സ്റ്റെപ്പ് ഡൗൺ ഒക്കെ ഉണ്ടായിരുന്നു. സ്റ്റെപ്പ് അപ്പ് ചെയ്യുക ഒരു കാര്യത്തോട്ട് ഒരു എന്താ പറയാ ഒരു കാര്യം ഏറ്റെടുക്കുക അല്ലെ. ഒരു കാര്യത്തിൽ നമ്മൾ ടേക്ക് ഓവർ ചെയ്യുക, അതിനെ സ്റ്റെപ്പ് അപ്പ് പറയും. അതുപോലെ ഇൻക്രീസ് എന്ന് അർത്ഥമുണ്ട്. മുന്നോട്ട് ഒരു കാര്യം ചെയ്യാൻ മുന്നോട്ട് വരിക, വോളണ്ടറി ആയിട്ട് ഒരു കാര്യം ചെയ്യാൻ വരിക എന്നുള്ള സ്റ്റെപ്പ് അപ്പിന്റെ അർത്ഥമുണ്ട്. അല്ലാതെ ഇൻക്രീസ് ചെയ്യുന്ന അർത്ഥമുണ്ട്. അതിന്റെ ഓപ്പോസിറ്റ് ആണ് സ്റ്റെപ്പ് ഡൗൺ എന്ന് പറയുന്നത്. നമ്മളൊരു കാര്യത്തിൽ നിന്ന് മാറി നിൽക്കുവാണ്, പിൻവാങ്ങുവാണ്, അല്ലെങ്കിൽ റിസൈൻ ചെയ്യണം, അതിന് നമുക്ക് എന്ത് പറയാം? സ്റ്റെപ്പ് ഡൗൺ ചെയ്യാന്ന് പറയും. സ്റ്റെപ്പ് ഡൗൺ ഫ്രം ദ പവർ, സ്റ്റെപ്പ് ഡൗൺ ഫ്രം ദ ചെയർ എന്നൊക്കെ പറയും. അത് ഇവിടെ നമ്മൾ നോക്കുന്നത് സ്റ്റെപ്പ് ഇൻ ചെയ്യുക എന്നാണ്. ഒരു കാര്യത്തോട് നമ്മൾ സ്റ്റെപ്പ് ഇൻ ചെയ്യുന്ന പറഞ്ഞാൽ ഇന്റർവീൻ ചെയ്യാണ്. നമ്മളൊരു കാര്യം ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടോ നമ്മൾ ഇടപെടുക. നമ്മളൊരു കാര്യത്തിനോട് ഇടപെടുവാണ്, നടുക്ക് കയറുവാണ്, മീഡിയേറ്റ് ചെയ്യാണ്, ഇന്റർവീൻ ചെയ്യാണ്. അതിന് നമ്മൾ സ്റ്റെപ്പ് ഇൻ ചെയ്യുക എന്ന് പറയും. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ ഒരാൾ സ്റ്റെപ്പ് ഇൻ ചെയ്യുമ്പോൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലുക കേട്ടോ. ഒരു കാര്യത്തോട് നമ്മൾ ഇടപെടാൻ ചെല്ലുവാണ് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനാണ് സ്റ്റെപ്പ് ഇൻ ചെയ്യുന്നത്. പോസിറ്റീവ് സെൻസിലാണ് സ്റ്റെപ്പ് ഇൻ പറയാറുണ്ട് എപ്പോഴും. ഓർത്ത് വെച്ചോണേ സ്റ്റെപ്പ് ഇൻ എന്നുള്ള കാര്യം. ഓക്കെ. സെഡിഷൻ ഉണ്ടടാ. ഇത് നമ്മൾ പൊളിറ്റിക്സിൽ പറയുന്ന സെഡിഷൻ ആണെന്ന് പറയാം. അത് സെഡേഷൻ അല്ല, സെഡേഷൻ. സ്പെല്ലിങ് സെഡേഷനാ. സെഡേറ്റീവിലും അല്ലേ, സെഡേറ്റീവ്സ് കഴിച്ചിട്ടുണ്ട് നമ്മൾ ആകെപ്പാടെ മയങ്ങിയിരിക്കില്ലേ, സെഡേഷൻ, അതാണ് സെഡേഷൻ. ഓക്കെ. സെഡിഷൻ അല്ല, സെഡേഷൻ. സെഡിഷൻ എന്ന് പറഞ്ഞാൽ ഈ പൊളിറ്റിക്കലി നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ പറയില്ലേ സെഡിഷൻ ലോ ഒക്കെ ഉണ്ട്, ആന്റി സെഡിഷൻ ലോ ഉണ്ട്. അതായത് ഇൻസൈറ്റ്മെന്റ് ഓഫ് റെസിസ്റ്റൻസ് അഗൈൻസ്റ്റ് ലോഫുൾ അതോറിറ്റി. നമുക്ക് ഈ നോർത്തിലൊക്കെ കാണാൻ പറ്റും. ആന്റി സെഡിഷൻ ലോ ഒരുപാട് എടുത്ത് അപ്ലൈ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. കാര്യം നമ്മുടെ അതോറിറ്റിക്കെതിരെ അല്ലെങ്കിൽ റൂളിംഗ് ഗവൺമെന്റിനെതിരെ എന്താണ് പ്രക്ഷോഭം ഇളക്കി വിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന ആൾക്കാർക്കൊക്കെ ഇന്ന പാർട്ടിക്കൊക്കെ എതിരെ കേസ് എടുത്തൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ല. ആന്റി സെഡിഷൻ ലോ ഉണ്ട്. അപ്പോൾ സെഡിഷൻ ഒരിക്കലും നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഇൻസൈറ്റ് ചെയ്യാണ്, എൻകറേജ് ചെയ്യാണ്, അല്ലെങ്കിൽ പെർസ്വേഡ് ചെയ്യാണ്, അല്ലെങ്കിൽ ഏർജ് ചെയ്യാണ്. റെസിസ്റ്റൻസ് അതായത് എതിർപ്പ് അഗൈൻസ്റ്റ് ലോഫുൾ അതോറിറ്റി. ഭരിക്കുന്ന ലോഫുൾ അതോറിറ്റിക്കെതിരെ റെസിസ്റ്റൻസ് സ്റ്റിറപ്പ് ചെയ്ത് വിടുവാണെങ്കിൽ, കുത്തിയിളക്കി വിടുകയാണെങ്കിൽ അതിന് സെഡിഷൻ എന്ന് പറയും. ആ ഇൻസൈറ്റ്മെന്റിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സെഡിഷൻ എന്ന്. സെഡേഷൻ ഡിഫറെന്റ്, സെഡിഷൻ ഡിഫറെന്റ് കേട്ടോ. വിനുവേ, ഹി ഡിസൈഡ് ടു സ്റ്റെപ്പ് ഇൻ ദാറ്റ് ക്രൂഷ്യൽ സിറ്റുവേഷൻ. ഓക്കെ, ദാറ്റ്സ് ഗ്രേറ്റ്. ഹിസ് ഐഡിയാസ് ഫിറ്റ് ദ ബിൽ ഫോർ ദ ന്യൂ പ്രോജക്ട്. ദാറ്റ്സ് ഗ്രേറ്റ്. I make up my mind to curb the intake of sugar. കുറയ്ക്കാൻ പോകണല്ലേ, കൊള്ളാം. He wishes to step in the management of the company. That's great.
The police are reluctant to step in. Okay. Blasphemous citation of the spearhead insinuates the personal with different notions. That's great. Okay. അപ്പോൾ അടുത്ത നോക്കിയേ, ബ്ലാസ്ഫമി. കേട്ട് പരിചയമുള്ള ഒരു വാക്കാണ് ബ്ലാസ്ഫമി. എന്താ ബ്ലാസ്ഫമിയുടെ വാക്കിൻ്റെ അർത്ഥം? ബ്ലാസ്ഫമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രൊഫാനിറ്റി പറയില്ലേ, അതിൻ്റെ ഒരു സിനണിമായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് പ്രൊഫാനിറ്റി. അതായത് നമുക്ക് ഒരു ഇതിനോട്, എൻ്റെ പേരെന്താ, ദൈവം നമ്മൾ പറയില്ലേ, ദൈവം എന്ന് പറയുന്ന ഒരു ഇതിനോട് നമ്മൾ പറയും, ഇപ്പം ദൈവത്തിന് വന്നിച്ചില്ലെങ്കിൽ നിന്ദിക്കരുതെന്ന് പറയും. അതെന്താ വെച്ചാൽ അതിനെ നമ്മൾ ഡിസ്റെസ്പെക്ട് ചെയ്യുമ്പോൾ, ഇറവറൻസ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പോലെയാണ് പ്രൊഫാനിറ്റി അല്ലെങ്കിൽ ബ്ലാസ്ഫമി. അതായത് ഷോയിങ് ലാക്ക് ഓഫ് റെവറൻസ് അല്ലെങ്കിൽ കണ്ടംപ്റ്റ് ഫോർ ഗോഡ്. ദൈവത്തോട് നമ്മൾ എന്ത് കാണിക്കുകയാണ്? കണ്ടംപ്റ്റ് കാണിക്കുകയാണ്. അതുപോലെ തന്നെ അല്ലെങ്കിൽ നമ്മൾ ലാക്ക് ഓഫ് റെഫറൻസ് കാണിക്കുകയാണ്, റെസ്പെക്റ്റ് ഇല്ലായ്മ കാണിക്കുകയാണ്. അപ്പം നിന്ദിക്കുക എന്ന് പറയും, നിന്ന അതിനെയാണ് ബ്ലാസ്ഫമി എന്ന് പറയാം. അതിന് സാക്രിലജ് എന്ന് പറയാം, പ്രൊഫാനിറ്റി എന്ന് പറയാം, ബ്ലാസ്ഫമി എന്നൊക്കെ പറയാം. വൺ വേർഡ് ആയിട്ട് ചോദിക്കാറുണ്ട്, അതുപോലെ സിനണിമായിട്ട് ചോദിക്കാറുണ്ട്. ഓർത്ത് വെച്ചോ. കഴിഞ്ഞ ആഴ്ചയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച നമ്മൾ ബ്ലാസ്ഫമി പറഞ്ഞിരുന്നു. ബ്ലാസ്ഫമി അതേ സാധനം ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വൺ വേർഡ് ആയിട്ട് കൂടെ ഓർത്തിരിക്കുക. ബ്ലാസ്ഫമി എന്ന് പറഞ്ഞാൽ ഷോയിങ് ലാക്ക് ഓഫ് റെവറൻസ്, റെസ്പെക്റ്റ് കേട്ടോ. അതേപോലെ അല്ലെങ്കിൽ കണ്ടംപ്റ്റ് ഫോർ, ഷോയിങ് കണ്ടംപ്റ്റ് ഫോർ ഗോഡിനെയാണ് നമ്മൾ എന്ത് പറയാ? ബ്ലാസ്ഫമി എന്ന് പറയാം. ഓർത്ത് വെച്ചോ. ഓക്കെ. When I stepped into my father's business, it was a tough time for me to adjust with it. That's great. അപ്പോൾ ക്ലിയർ, ഐ ഗസ് ഇത് ഓക്കെ ആണെന്ന് വിചാരിക്കുകയാണ്, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈവിലുള്ളവരൊക്കെ ഒന്ന് ഉഷാറായിക്കേ, ഒരു ലൈക്ക് കിട്ടേ, ഷോ മി സം ലവ് ആൻഡ് സപ്പോർട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇടുക, അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ പറഞ്ഞു തരണം പിള്ളേരെ, ഒന്ന് ഉഷാറായിക്കേ. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇപ്പം ഇന്ന് നമ്മുടെ മുമ്പിലുള്ള ഫ്രേസ് വേർബ്സും ഇഡിയംസ് ഒക്കെ ഒന്നുകൂടി നോക്കാം. സൂപ്പർ കണ്ടക്ടിവിറ്റി, കിക്കപ്പ്, റിപ്പോസിറ്ററി, ആംബിയന്റ്, ഫിറ്റ് ദ ബിൽ, ഐറണി ഒരു സെറ്റ്. അടുത്ത സെറ്റിൽ ഇൻ ദ ഫേസ് ഓഫ്, ബെയർ ഇൻ മൈൻഡ്, മേക്കപ്പ് വൺസ് മൈൻഡ്, സ്റ്റെപ്പ് ഇൻ, സെഡിഷൻ ആൻഡ് ബ്ലാസ്ഫമി. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള വേർഡ്സ്. ഹായ് ഹവ മോളെ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ സിനണിംസ് ആന്റണിംസിലോട്ട് പോകാലോ. നമുക്ക് ഒരുപാട് ബാച്ച് ഉണ്ട്, ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട്. നിങ്ങൾക്കറിയാം ഫയർമാൻ്റെ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫയർമാൻ വുമൺ ട്രെയിനിങ്ങിൻ്റെ ക്ലാസ് രണ്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ക്ലാസ്സുകൾ തുടങ്ങുന്നുണ്ട്. LSDSന്റെ ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ട്. LDCയുടെ 2024 ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ ലോങ് ടേം ബാച്ചാണ്. അപ്പം നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉഷാറായിട്ട് പഠിക്കുക. പഠനം എന്താ പറയുക, പകുതിക്ക് വെച്ച് നിർക്കെത്തരുത്, അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകണം. അതുപോലെ ഡയറി ഫാം ഇൻസ്ട്രക്ടറിൻ്റെ 7ാമത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ 2200 രൂപയ്ക്കുള്ളിൽ നിങ്ങൾക്ക് കോഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം കോഴ്സിൽ ജോയിൻ ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഡിസ്കൗണ്ട് അവൈൽ ചെയ്ത് പഠിക്കാൻ തുടങ്ങുക. Y314 എന്ന കോഡ് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ, നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും. Y314 എന്ന കോഡ് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ടോടുകൂടി ക്ലാസ് പഠിക്കാൻ പറ്റും കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചോളാം. പിന്നെ നമ്മൾ എന്താ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കണം. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യണം, എന്നാലേ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ചുമ്മാ ഒരു ബുക്ക് റെഫർ ചെയ്തിട്ട് പഠിച്ച് എക്സാം എഴുതാൻ പോകരുത്. എപ്പോഴും PYQ പറ്റിയൊരു ഐഡിയ ഉണ്ടായിരിക്കണം. അതുപോലെ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യണം. അത് ഏതൊരു എക്സാം പ്രിപ്പറേഷൻ നിങ്ങൾ മനസ്സിൽ കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചോളൂ. എല്ലാ പഠനത്തിലും ആ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് നേരെ സിനണിംസ് ആന്റണിംസിലോട്ട് പോകാലോ. നമ്മുടെ ആദ്യത്തെ വേർഡ് ഇസ് മോണോപ്പൊളൈസ് ചെയ്യുക. മോണോപ്പൊളി കേട്ടിട്ടില്ലേ? അതായത് എന്താ പറയുക, കൺട്രോൾ എന്നാ മോണോപ്പൊളിയുടെ അർത്ഥം. മോണോപ്പൊളി ഒരാളുടെ മാത്രം എന്നുള്ള, മോണോ എന്ന് പറഞ്ഞാൽ ഒരാൾ അല്ലെ, ഒന്ന്, സിംഗിൾ എന്നർത്ഥം. അപ്പോൾ മോണോപ്പൊളി എന്ന് പറഞ്ഞാൽ ഒരാളുടെ മാത്രം കയ്യിലുള്ള, അല്ലെ ഒരു ഗ്രൂപ്പിന്റെ മാത്രം കയ്യിലുള്ള, അതിനാണ് മോണോപ്പൊളി എന്ന് പറയാം. അപ്പോൾ മോണോപ്പൊളൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കൺട്രോൾ ചെയ്യുക, കോർണർ ചെയ്യുക, അല്ലെങ്കിൽ ടേക്ക് ഓവർ ചെയ്യുക, എൻഗ്രോസ് ചെയ്യുക, ചുറ്റിപ്പൊട്ടി പിടിച്ച് വെച്ചേക്കുവാണ്, അതിനെ എൻഗ്രോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. അതിനാണ് മോണോപ്പൊളൈസ് ചെയ്യുക എന്ന് നമ്മൾ പറയാം. മോണോപ്പൊളി എന്ന നൗണിന്റെ വെർബ് ഫോർമുലേഷൻ ആണ് മോണോപ്പൊളൈസ് ചെയ്യുക എന്ന് പറയാം. ഓർത്ത് വെച്ചാൽ മോണോപ്പൊളി എന്ന നൗണിന്റെ വെർബ് ഫോർമുലേഷൻ മോണോപ്പൊളി. ഓക്കെ. അപ്പോൾ അതിൻ്റെ ആന്റണിം എന്താ ചോദിച്ചാൽ അബ്സ്റ്റെയിൻ ചെയ്യുക, വിട്ട് നിൽക്കുക നമ്മൾ അതിൽ നിന്ന്, അല്ലെങ്കിൽ ലൂസ് ചെയ്യുക, അതൊക്കെ വിട്ട് കളയുക. ലൂസ് ചെയ്യാണ്, റിജക്റ്റ് ചെയ്യാണ്, ഇഗ്നോർ ചെയ്യാണ്. സോ മോണോപ്പൊളൈസ് എന്ന വാക്ക് കൺട്രോൾ ചെയ്യുക, കോർണർ ചെയ്യുക, ടേക്ക് ഓവർ ചെയ്യുക, എൻഗ്രോസ് ചെയ്യുക എന്നൊക്കെയല്ല അർത്ഥം. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ അബ്സ്റ്റെയിൻ ചെയ്യുക, നമ്മൾ വിട്ട് നിൽക്കുകയാണ് അതിനോട്. ലൂസ് ചെയ്യണം, നമുക്കത് വേണ്ട, നമ്മളതിനെ ലൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെ റിജക്റ്റ് ചെയ്യുന്നു, ഇഗ്നോർ ചെയ്യുന്നതിനൊക്കെ നമുക്ക് എന്ത് പറയാം, മോണോപ്പൊളൈസ് ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് പറയാം. മോണോപ്പൊളൈസ് ചെയ്യാൻ പിടിച്ചെടുക്കുക അല്ലേ, അപ്പം ഒരു കൺട്രോൾ ചെയ്യണം, അതിനാണ് ഓർത്ത് വെച്ചോ കേട്ടോ. ഗവൺമെന്റ് ഒഫീഷ്യൽസ് ചാർജ് ഹിം വിത്ത് സെഡിഷൻ. ദാറ്റ്സ് ഗ്രേറ്റ്. ഹി സ്റ്റെപ്ഡ് ഇൻ ടു ദ ടസിൽ ടു എൻഡ് ഇറ്റ്. ഓക്കെ. ദ മിലിറ്ററി മേ സ്റ്റെപ്പ് ഇൻ if the crisis continue. If the crisis continue അല്ല, if the crisis continues കേട്ടോ. ക്രൈസിസ് സിംഗുലർ ആണ്, ആദർശേ പ്ലൂറൽ ആണ് ക്രൈസസ്. ക്രൈസിസ് IS എന്താണ് സിംഗുലർ, അപ്പോൾ കണ്ടിന്യൂസ് എന്ന് വേർബ് കൊടുക്കണം. ക്രൈസസ് ES ആയിരുന്നെങ്കിൽ പ്ലൂറൽ ആയേനെ, അപ്പോൾ കണ്ടിന്യൂ കറക്റ്റ് ആയേനെ കേട്ടോ. ഓക്കെ. യെസ്. അവിടെ നോക്കുക. I sometimes can't make up my mind how I feel about it. That's great sentence. The Kerala government should bear in mind about the ethnic war in Manipur. That's great.
അസത്യമാണ്. ആ ഒരു കാര്യം ശ്രദ്ധിച്ചോണമെന്നല്ലേ. സം നോഷൻസ് ആൻഡ് റിട്ടൺ അഫോറിസംസ് കംപ്രൈസസ് അല്ല കംപ്രൈസസ് വരില്ലല്ലോ വിനുവേ. കാര്യം നോഷൻസും റിട്ടൺ അഫോറിസംസും രണ്ടാണ്. അപ്പൊ രണ്ട് കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ പ്ലൂറൽ വേർബ് കൊടുത്തേ. കംപ്രൈസ് മെനി ഹെയ്നസ് കോൺസെപ്റ്റ് അഗൈൻസ്റ്റ് ദി വൺസ് ഹു ഡിഡ്ന്റ് ഫോളോ ഇറ്റ്. വൺസ് ഹു ഡോണ്ട് ഫോളോ ഇറ്റ് കൊടുത്താൽ മതി കേട്ടോ. കാര്യം അത് സെന്റൻസ് നമ്മൾ പ്രസന്റിലല്ലേ കൊടുക്കുന്നത്. അപ്പോൾ ഡിഡിന്റ് എന്ന് കൊടുക്കണ്ട, ഹു ഡോണ്ട് ഫോളോ ഇറ്റ് എന്ന് കൊടുത്താൽ മതി കേട്ടോ. മേക്കപ്പ് വൺസ് മൈൻഡ് ടു വാച്ച് ദിസ് ചാനൽ. ഐ മേക്കപ്പ് മൈ അവിടെ ഹോമി ശ്രദ്ധിക്കണേ, ഹോമി വൈബ്സ് ശ്രദ്ധിക്കണേ. ഐ മേക്കപ്പ് മൈ മൈൻഡ് എന്ന് കൊടുക്കുക. ആ വൺസിന്റെ സ്ഥാനത്ത് മൈ. ആരാണോ അവിടെ പൊസസീവിലായിട്ട് വരുന്നത്, ഇപ്പൊ സബ്ജക്റ്റ് ഐ ആണെങ്കിൽ മൈ മൈൻഡ് കൊടുക്കും, സബ്ജക്റ്റ് യു ആണെങ്കിൽ യോ മൈൻഡ് കൊടുക്കും, സബ്ജക്റ്റ് ഹി ആണെങ്കിൽ ഹിസ് മൈൻഡ് കൊടുക്കും, സബ്ജക്റ്റ് ഹെർ ഷീ ആണെങ്കിൽ ഹെർ മൈൻഡ് കൊടുക്കും. അങ്ങനെ ആരെ വെച്ചിട്ടാണോ സബ്ജക്റ്റ് കൊടുക്കുക, ആ സബ്ജക്റ്റ് വെച്ചിട്ടാണ് അവിടെ പൊസിഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ ഹോമി വൈബ്സ് ശ്രദ്ധിക്കണേ. ഐ മേക്കപ്പ് മൈ മൈൻഡ് ടു വാച്ച് ദിസ് ചാനൽ എന്ന് കൊടുക്കാം. His father is monopolizing the family, controlling. That's great. A senior scientist. അതിൽ ഏടെ കൂടെ സിംഗുലറെ കൊടുക്കാൻ പറ്റും, സിംഗുലർ നൗണ്. സീനിയർ സയന്റിസ്റ്റ് അല്ല, സയന്റിസ്റ്റ് എസ് വേണ്ട, എസ് കിട്ടിയതേ. സീനിയർ സയന്റിസ്റ്റ് സ്റ്റെപ്സ് ഇൻ ടു റിസോൾവ് ദ ഇഷ്യൂസ് ഇൻ ദെയർ ഇൻവെൻഷൻ എന്ന് കൊടുക്കാം. A senior scientist, ഒരാളാണെങ്കിൽ സയന്റിസ്റ്റ് സിംഗുലർ, അതിൻ്റെ കൂടെ വേർബ് സിംഗുലർ കൊടുക്കണം. സ്റ്റെപ്സ് ഇൻ ടു റിസോൾവ് ദ ഇഷ്യൂ ഇൻ ദെയർ ഇൻവെൻഷൻ എന്ന് കൊടുക്കാം. Okay, before independence, India was monopolized by the British Army. Great. Ashoka monopolized entire India except South region during his reign. That's great. Bear in mind that you should monopolize your life. Pinnalla, we are the champion of our life enna parayunalle. Many truths begin as blasphemy. Yes, aanu. Aladhyam pand anganeyarunallo nammade Galileo Galilei okke parnu alle. Hi Abhinaya, good morning. Etra kaale kandittu jolikku engane povunu? Adu nammude boyfriend enna parayunu, ushaaraayittirikkunno. Devotees consider Shabarimala issue as a blasphemy. That's great. Reliance, by introducing Geo services, monopolized the 4G network in India. Yes, they do. Most of the Indian territories were monopolized before independence by the British government. Yes, Shining, great. Good morning. He vociferously cites that he is a star of his fortress and he monopolizes the entire things. Great. He stepped into my life to enhance my studies. That's great. That's a great sentence. At the tremendous, I acknowledge your tremendous support എന്നൊക്കെ പറയാറില്ലേ. ട്രമെൻഡസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഒരുപാട്, ഹ്യൂജ്, കൊളോസൽ, എനോമസ്, ഇമ്മൻസ്, വാസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയാം. ഒരുപാട്, അതാണ് തന്നെ നമ്മൾ ട്രമെൻഡസ് എന്ന് പറയാം കേട്ടോ. ട്രമെൻഡസ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് സപ്പോർട്ട്, ഹ്യൂജ് ആണ്, കൊളോസൽ ആണ് എന്നൊക്കെ നമ്മൾ പറയില്ലേ. അതിനെയാണ് നമ്മൾ വാസ്റ്റ് എന്നൊക്കെ പറയില്ലേ. അതിന് നമ്മൾ എന്താ പറയും, ട്രമെൻഡസ് എന്ന് പറയും. കൊളോസൽ, എനോമസ്, വെരി മച്ച് എന്നൊക്കെ അർത്ഥത്തിൽ. അപ്പോൾ നമ്മൾ അതിൻ്റെ ആന്റണിമായിട്ട് എന്ന് പറയും ടൈനി, വളരെ കുറച്ച്, സ്മോൾ, സ്ലൈറ്റ്, സോഫ്റ്റ്. അതിനെയാണ് ട്രമെൻഡസിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് പറയാം. ടൈനി, സ്മോൾ, സ്ലൈറ്റ്, സോഫ്റ്റ് എന്നൊക്കെ പറയാം. അതേസമയത്ത് ട്രമെൻഡസിൻ്റെ അർത്ഥം ഹ്യൂജ്, ഇനോമസ്, ഇമെൻസ്, വാസ്റ്റ്, കൊളോസൽ എന്നൊക്കെയാണ്. മറക്കണ്ട കേട്ടോ. അടുത്ത ഓവർസ്റ്റേറ്റ് ചെയ്യാം. ഡോണ്ട് ഓവർസ്റ്റേറ്റ് ഇറ്റ്. ചുമ്മാ എന്തായാലും ഇതിനെ വെറുതെ അല്ലേ ഒരുപാട് എക്സാജറേറ്റ് ചെയ്യണ്ട എന്ന് പറയില്ലേ, ഓവറാക്കല്ലേ എന്ന് പറയില്ലേ, അതാണ് ഓവർസ്റ്റേറ്റ് ചെയ്യുക കേട്ടോ. എക്സാജറേറ്റ് ചെയ്യുക, ഓവർഡു ചെയ്യുക, ഓവർ എംഫസൈസ് ചെയ്യുക. ഒരു കാര്യത്തിന് ഓവറായിട്ട് ഊന്നൽ കൊടുക്കുന്നതിനെ നമുക്ക് പറയാം ഓവർസ്റ്റേറ്റ് ചെയ്യുക എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് അണ്ടർസ്റ്റേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യാണ്, ബിലിറ്റിൽ ചെയ്യുക, ചെറുതാക്കി കാണിക്കുകയാണ്, പ്ലേ ഡൗൺ ചെയ്യുക. നമ്മളൊരു കാര്യത്തിന് ചെറുതാക്കി കാണിക്കുന്നതിന് പ്ലേ ഡൗൺ ചെയ്യുക, ബിലിറ്റിൽ ചെയ്യുക, മിനിമൈസ് ചെയ്യുക, അണ്ടർസ്റ്റേറ്റ് ചെയ്യുക എന്നൊക്കെ പറയും. അപ്പോൾ ഓവർസ്റ്റേറ്റിൻ്റെ ഓപ്പോസിറ്റ് അണ്ടർസ്റ്റേറ്റ്. മറക്കണ്ട കേട്ടോ. ഓൾറൈറ്റ്. ഓവർഡു, അണ്ടർഡു എന്നൊക്കെ പറയും. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എക്സാജറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ മീനിങ് കേട്ടോ. ഓവർസ്റ്റേറ്റിൻ്റെ മീനിങ് ഓർത്ത് വെച്ചോണം. ഓക്കെ. Yeah, he's overwhelmed after witnessing the immense support from the fans. That's great. That was a tremendous mistake. That was a huge mistake. Okay. Sandosham. Oh, അത് കേട്ടാൽ മതി. I'm good. I'm doing great actually. Thank you so much for asking, Abhinaya. He asked the scientists to monopolize the use of money. That's great. I don't like monopolizing nature. അതെ, അത് ശരിയല്ല. നമ്മളൊരിക്കലും നേച്ചറിനെ കൺട്രോൾ ചെയ്യാൻ പാടില്ല. നമ്മളൊക്കെ അതിഥികളല്ലേ അല്ലേ അനുശ്രീ. That's great. Would you mind ignoring the tremendous money? That's great. My family gives me tremendous support whenever I'm in trouble. Great. That's what family is for. India is a country with tremendous diversity in languages. Yes. Etra languages aanu. That was a tremendous party which I attended yesterday. That's great. This section makes a tremendous difference to me. Okay. That's great. He showed me the tremendous gift that he got on his birthday. That's great. Regional party leader was worked monopolies were bitterly fought for. അവിടെ ഒരു പ്രശ്നം ഉണ്ടല്ലോ. Regional party leader worked for monopolizing. അങ്ങനെ ഉണ്ട്. Worked for monopolizing
സംതിങ് that were bitterly fought for എന്ന് കൊടുത്ത ഓക്കെയാണ് കേട്ടോ. those were bitterly fought for എന്ന് കൊടുത്ത് കറക്റ്റാ. അവിടെ ഗ്രാമാറ്റിക്കലി ഇൻകറക്റ്റ് ആയിപ്പോയി സെൻറ്റൻസ് ആവുമ്പോളെ. Overstating problems is your main issue. That's great. Some people overstate that things ബിഗ് വേണ്ട അവിടെ അനുശ്രീ. ഓവർസ്റ്റേറ്റ് ചെയ്യുന്ന ഓവർ എംഫസൈസ് ചെയ്യുന്നത്, പിന്നെ ബിഗ് എന്ന് കൊടുക്കണ്ട. അപ്പൊ അത് സൂപ്പർഫ്ലോസ് ആയി സ്റ്റേറ്റ്മെന്റ് ആയിപ്പോ. ഇനി കൊടുത്താൽ മതി സം പീപ്പിൾ ഓവർസ്റ്റേറ്റ് ദ തിങ്സ്. സ്റ്റേറ്റ് എംഫസൈസ് ഓവർ എംഫസൈസ് ചെയ്യും തിങ്സിനെ എന്ന് പറഞ്ഞാൽ മതി. അതായത് ചുമ്മാ കുറച്ച് കൂടുതലായിട്ട് പറയും എന്ന് പറഞ്ഞാൽ. പിന്നെ അവിടെ ബിഗ് എന്ന് കൊടുക്കരുത്. ആ ബിഗ് ആയിട്ട് കൊടുക്കുക എന്നുള്ളതിന്റെ അർത്ഥമാണ് ഓവർ സ്റ്റേറ്റ്. അപ്പൊ വീണ്ടും അതിന് ബിഗ് എന്ന് കൊടുത്ത സൂപ്പർഫ്ലോസ് ആയി മാറും കേട്ടോ. ശ്രദ്ധിക്കണേ. റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഈസ് ട്രൈങ് ടു മോണോപ്ലൈസ് ദം in telecom industry. Yes, they are. It is dodgy when the issue is overstated when it passes to many persons. Yes. അപ്പം ഓർത്ത് വെച്ചൊരു ഓവർസ്റ്റേറ്റിന്റെ ഓപ്പോസിറ്റ് ആണ് അണ്ടർസ്റ്റേറ്റ്, മിനിമൈസ് ചെയ്യുക, അതുപോലെ തന്നെ ബിൽറ്റ് ചെയ്യുക, പ്ലേ ഡൗൺ ചെയ്യുക എന്നൊക്കെയുള്ള അർത്ഥം. നമുക്ക് അടുത്ത സെറ്റിലോട്ട് പോകാലോ. അങ്ങനെയാണെങ്കിൽ മോണോപ്ലൈസും ട്രമൻഡസ് ഓവർസ്റ്റേറ്റും. ഇനി അടുത്തതാണ് സ്ക്രൂട്ടിനി. കേട്ട് പരിചയമുള്ളല്ലേ സ്ക്രൂട്ടിനി? ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയൂലേ സ്ക്രൂട്ടിനി എന്ന വാക്ക് പറയുമ്പോൾ നിങ്ങളൊന്ന് ഓർത്തോണേ. സ്ക്രൂട്ടനൈസ് ചെയ്യുക എന്നതാണ് അതിന്റെ വേർബ്. സ്ക്രൂട്ടനൈസ്. സ്ക്രൂട്ടണി നൗൺ. അപ്പൊ സ്ക്രൂട്ടണി എന്ന് പറഞ്ഞാൽ ഇൻസ്പെക്ഷൻ, കെയർഫുൾ, ക്രിട്ടിക്കൽ ഒബ്സർവേഷൻ, എക്സാമിനേഷൻ, സർവേ, സ്കാൻ എന്നൊക്കെ അർത്ഥം വരും. പെറൂസൽ ഒക്കെ അതെ. അപ്പൊ അതിന്റെ ആന്റണിം എന്താണ്? ഗ്ലാൻസ്. ഒരു നൊടിക്ക് നോക്കുക. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു സ്ക്രൂട്ടണി. ഗ്ലാൻസ്, ഗ്ലിംസ്, സൈറ്റ്, പീപ്പ്. ജസ്റ്റ് ഒരു നോട്ടം. ഇൻസ്പെക്ഷൻ തറവായിട്ടുള്ള നോട്ടമാണ്, ക്രിട്ടിക്കൽ ഒബ്സർവേഷൻ ആണ്. പക്ഷെ ഗ്ലാൻസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നോക്കിയിട്ട് പോലാണ്. അതാണ് നേരെ ഓപ്പോസിറ്റ്. ഗ്ലാൻസ്, ഗ്ലിംസ്, സൈറ്റ് അല്ലെങ്കിൽ പീപ്പ്, നോട്ടം. അതിനാണ് നമ്മൾ സ്ക്രൂട്ടിന്റെ ഓപ്പോസിറ്റ്സ് ആയിട്ട് പറയാം. ഓർത്ത് വെച്ചോണം കേട്ടോ. അടുത്ത പ്രസ്റ്റീജ് അല്ലെ. ഇറ്റ് അഫക്ട്സ് മൈ പ്രസ്റ്റീജ്. എൻ്റെ പ്രസ്റ്റീജിനെ അഫക്ട് ചെയ്യുന്ന സാധനമാണ് ഇപ്പോൾ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞാൽ. പ്രസ്റ്റീജിയസ് ഇഷ്യൂ എന്നൊക്കെ കേട്ടിട്ടില്ലേ? പ്രസ്റ്റീജിയസ് ഇഷ്യൂ ആണ്. അപ്പോൾ പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? നമ്മൾ എപ്പോഴും നമ്മുടെ സുപ്രീം കോർട്ടിന് ഭയങ്കര പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറയാറ്. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള, ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള എന്നൊക്കെ പറയും. അപ്പോൾ പ്രസ്റ്റീജിയസ് എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് ആണ് അല്ലേ. പ്രസ്റ്റീജ് എന്ന് പറയുന്ന നൗൺ ആണ്. ഓർത്ത് വെച്ചണം. IOUS അല്ലെ. OUS വാക്കുകൾ കണ്ടാൽ ഓർത്താൽ മതി. റിലിജിയൻ, റിലീജിയസ് അല്ലേ. കോൺഷ്യൻസ്, കോൺഷ്യസ്, അതൊക്കെ നമ്മൾ OUS വാക്കുകൾ കണ്ട അത് അഡ്ജക്റ്റീവ് ആണ് എന്നുള്ള കാര്യം ഓർത്തോണം. സഫിക്സ് OUS വാക്കുകൾ കണ്ട അഡ്ജക്റ്റീവ് ആണെന്നുള്ള കാര്യം ഓർത്തോണേ. എന്നാൽ പ്രസ്റ്റീജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൗൺ ആണ്. സ്റ്റേറ്റസ്, റെപ്യൂട്ടേഷൻ, റിഗാർഡ്, ഫെയിം, എസ്റ്റീം, അതാണ് പ്രസ്റ്റീജ് എന്ന് പറയുന്നത്. നമ്മുടെ ഒരു പേരുണ്ടല്ലോ, സ്റ്റേറ്റസ് ഉണ്ടല്ലോ, റെപ്യൂട്ടേഷൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ റിഗാർഡ്, നമ്മുടെ ഒരു ഫെയിം, നമ്മുടെ എസ്റ്റീം, അതിനെയാണ് നമ്മൾ പ്രസ്റ്റീജ് എന്ന് പറയാം. അതിൻ്റെ ആന്റണിമാണ് വർത്ത്ലെസ്നെസ്, ഒരു വിലയില്ലായ്മ, ഷെയിം, ഇൻഫെയിമി, ഡിസോണർ, ഡിസ്റെപ്യൂട്ട് എന്നൊക്കെ പറയുന്നതിനെയാണ് പ്രസ്റ്റീജിന്റെ ഓപ്പോസിറ്റ്. അപ്പോൾ ഓർത്തണേ, വർത്ത്ലെസ്നെസ്, ഷെയിം, ഇൻഫെയിമി, ഡിസോണർ എന്നൊക്കെ പറയുന്നത് പ്രസ്റ്റീജിന്റെ നേരെ ഓപ്പോസിറ്റോട്ട് വരും. ഒന്ന് നോട്ട് ചെയ്തോണം. അടുത്ത റിപ്പോർട്ടഡ്ലി. റിപ്പോർട്ടഡ്ലി എന്ന് പറയുന്ന അഡ്വേർബാ. കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, സഫിക്സ് ആയിട്ട് LY, അഡ്ജക്റ്റീവിൻ്റെ കൂടെ LY വന്നാൽ അത് എന്തായി? അഡ്വേർബായി. അഡ്ജക്റ്റീവിൻ്റെ കൂടെ LY വന്നാൽ ഞാൻ എടുത്ത് പറഞ്ഞു ഇന്നലെ. സ്കോളറിലേക്ക് പറഞ്ഞില്ലേ, ടൈമിലേക്ക് പറഞ്ഞില്ല. അതുപോലെ മാൻലി ഡിസാസ്റ്റേഴ്സ് പറയില്ലേ. മാൻ എന്ന് പറയുന്ന നൗണ് LY ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നൗണിൻ്റെ കൂടെ LY ഇട്ട് അഡ്ജക്റ്റീവ് ഇട്ടു. മാൻലി ഡിസാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ മാൻ മെയ്ഡ് ഡിസാസ്റ്റർ എന്നർത്ഥം. അപ്പം റിപ്പോർട്ടഡ്ലി, റിപ്പോർട്ടഡ് എന്ന് പറഞ്ഞ അഡ്ജക്റ്റീവ് ആണ്. റിപ്പോർട്ടഡ്ലി എന്ന് പറയുന്ന അഡ്വേർബാണ്. റിപ്പോർട്ടഡ്ലി മീൻസ് അലജഡ്ലി, അല്ലെങ്കിൽ അപ്പാരന്റ്ലി, ഒസ്റ്റൻസിബിളി, പറയപ്പെടുന്നത് അല്ലെ, സീമിംഗ്ലി, പെർപ്പറ്റഡ്ലി, ഇങ്ങനെയാണ് പറയപ്പെടുന്നത്. അലജ് ചെയ്യപ്പെടുന്നത് ഇങ്ങനെയാണ്, ഉറപ്പല്ല, അലജ് ചെയ്യപ്പെടുന്നത് അല്ലെ, ഇങ്ങനെയാണ് നമ്മൾ കേൾവി എന്നൊക്കെ പറയില്ല, സപ്പോസഡ്ലി. അതിനാണ് റിപ്പോർട്ടഡ്ലി എന്ന വാക്കിന്റെ അർത്ഥം പറയുന്നത് കേട്ടോ. എല്ലാവരുടെ കൂടെ LY വരുന്നുണ്ടോ? അഡ്ജക്റ്റീവിന്റെ കൂടെ വരുന്ന LY വന്ന അഡ്വേർബ്. ആനോണിംസ് ഇൻക്രെഡിബിളി, ഇംപോസിബിളി, ഇംപ്രോബബിളി. ഇൻക്രെഡിബിൾ ആയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഇമ്പോസിബിൾ, നടക്കാൻ അസംഭവ്യമായ കാര്യം, ഇംപ്രോബബിളി. അതിനെയാണ് നമ്മൾ റിപ്പോർട്ടഡ്ലിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് പറയാം കേട്ടോ. ഇൻക്രെഡിബിളി, ഇംപോസിബിളി, ഇംപ്രോബബിളി എന്നൊക്കെ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് പറയാം. ഓർത്ത് വെച്ചോ കേട്ടോ. നോക്കട്ടെ നിങ്ങളുടെ സെന്റൻസസ്. She showed tremendous love to her children. That's great. When I go to the bakery, I can't monopolize my desire. I can control. അവിടെ മോണോപ്ലൈസ് കൊടുക്കരുത്. ആ കൺട്രോൾ വേറെയാണ്. അത് നമ്മൾ ലിമിറ്റ് ചെയ്യാന്നുള്ള അർത്ഥത്തിലാണ്. അതായത് നമ്മൾ പറയില്ലേ, ആഗ്രഹങ്ങൾക്ക് നമ്മളൊരു നമ്മൾ അതിനൊന്ന് കുറയ്ക്കുക, ചുരുക്കുക, വെട്ടിച്ചുരുക്കുക, അത് വേറെ മോണോപ്ലൈസ്. ആ മോണോപ്ലൈസ് ഇവിടെ കൊടുക്കരുത്. അപ്പം അതിനെന്താ പ്രശ്നം എന്നറിയോ ലക്ഷ്മി? അങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ അതിന്റെ മീനിങ്, കോണ്ടെക്സ്റ്റൽ മീനിങ് മാറിപ്പോൾ. ഗ്രാമാറ്റിക്കലി അത് കറക്റ്റാണ്, പക്ഷെ കോണ്ടെക്സ്റ്റൽ മീനിങ് മാറിപ്പോൾ അവിടെ കൺട്രോൾ എന്ന് കൊടുക്കും കേട്ടോ. അത് കറക്റ്റായിട്ട് കൺട്രോൾ തന്നെ വേണം. ഇറ്റ് ഇസ് ക്വൈറ്റ് ഡിബിലിറ്റേറ്റിംഗ് വെൻ ഹി റിഫ്രെയിൻസ് ഫ്രം ദ മെയിൻ കോഴ്സ്. ദാറ്റ്സ് ഗ്രേറ്റ്. ട്രമെൻഡസ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഫീൽഡ് ഓഫ് science is necessary for India to compete with other countries. Yes.
The economy is sometimes turned into വേണ്ട, the economy sometimes turned into tremendous issue കൊടുത്താൽ മതി. അവിടെ ഈസ് വേണ്ട അവിടെ കേട്ടോ, അവിടെ അത് പാസിവൈസേഷൻ അല്ല ഇൻഡസ്ട്രി, അതുകൊണ്ടാണ് ഈസ് വേണ്ട കേട്ടോ. ഗുഡ് മോർണിംഗ് സോനൽ. How can a husband who loves his wife say no to prestige? ഓർമ്മയുണ്ട്, പ്രസ്റ്റീജിന് ഞാൻ ഗ്യാരണ്ടി ആരുടെ ആയിരുന്നു അത്? അല്ല, പ്രീതിക്ക് ഞാൻ ഗ്യാരണ്ടി ആണല്ലോ. പ്രസ്റ്റീജ് ആരുടെ? ഈ മിക്സിയുടെ ഒക്കെ പരസ്യം ഉണ്ടല്ലോ, പ്രീതിയാന്ന് തോന്നുന്നല്ലേ നമ്മുടെ ഐശ്വര്യറായും അമിതാഭ് ബച്ചനും ഒക്കെ ഉള്ളത്. അല്ല, അമിതാഭ് ബച്ചൻ പോട്ടെ, അഭിഷേക് ബച്ചനും ഉള്ളത്. പ്രീതി അവരുടെ. പ്രസ്റ്റീജ് ആരുടെ ആയിരുന്നു? എന്തോ എനിക്ക് ഓർമ്മയുണ്ട്. പ്രസ്റ്റീജിന്റെ ഓണമൊക്കെ ആകുമ്പോൾ, ഓണക്കാലം ആകുമ്പോൾ പരസ്യം കൂടുമല്ലോ, അതിന് ആർക്ക് നോ പറയാൻ പറ്റും? അത് ആരാണോ എന്നാലും എനിക്ക് ഓർമ്മ വരുന്നില്ല. The mandate puts him under the radar in the probe when he starts beating around the bush while critical scrutiny. Okay, fine. I wish to get into prestigious post in the Kerala government service. That's great, Pravina. There was a sudden scrutiny happened in the bank. That's great. The colleagues reportedly he may leave today. Reportedly allada mubade avada shodikana ingane. The colleagues reported that he might leave today. അവര് റിപ്പോർട്ട് ചെയ്തു എന്ന് പറയുമ്പം അതിന്റെ അർത്ഥം ഒന്ന് ഓർത്തണേ, അത് പാസ്റ്റ് ടെൻസാ. അത് റിപ്പോർട്ടിൽ നിന്ന് അഡ്വേർബ് അല്ല, അത് റിപ്പോർട്ടഡ് അല്ല, അത് പാസ്റ്റ് ടെൻസ് വരുന്ന വെർബാ. റിപ്പോർട്ട് ചെയ്തു, റിപ്പോർട്ടഡ് ആക്കി എന്നുള്ളത്. അപ്പൊ ദ കൊളീഗ്സ് സ്പെല്ലിംഗ് തന്നെ COLLEAGUES കൊളീഗ്സ്. കോൾ ലീഗ് ഓർത്തോ, കൊളീഗിന്റെ സ്പെല്ലിംഗ് കോൾ ലീഗ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. കൊളീഗ്സ് reported that he mayയും വരില്ല, past tense വരുമ്പോൾ may വരില്ല, might ആട്ടോ. The company has gained international prestige. That's great. He truly deserves panegyric for his astonishing works. Great. The symptoms of the pandemic disease has to be scrutinized. That's great. കുക്കർ അതെ, കുക്കർ പ്രസ്റ്റീജ് ഉണ്ട്. മിക്സിങ് കുക്കർ ഒക്കെ ഇല്ലേ, അത് ഹോം അപ്ലയൻസസിന്റെ ഒക്കെ തന്നെ ഇതല്ലേ? വിദ്യാബാലന്റെ അല്ലേ? ശരിയാ. Oh, truth, thank you. Political leaders will overstate small things into big ones that even make the common people to think that India is high in all qualities. Yes. I wish to get a prestigious position in national team. That's great, Mohammed. That's great. The government should scrutinize cooperative societies cautiously. That's great. Dialogue matram Vidyabalan. He says this is not apt for his prestige. That's great. അപ്പോൾ നമുക്ക് അടുത്ത സെറ്റിലോട്ട് പോകാലോ. നെക്സ്റ്റ് സെറ്റിലോട്ട് പോകാം. ഇന്ന് ഒരുപാട് വേർഡ്സ് ഉണ്ട് കേട്ടോ. വിറ്റിയേറ്റ് ചെയ്യുക, വിറ്റിയേറ്റ്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞായിരുന്നു വിറ്റിയേറ്റ് എന്ന വാക്ക്. വിറ്റിയേറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം സ്പോയിൽ ചെയ്യുക കേട്ടോ. വിറ്റിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്പോയിൽ ചെയ്യുക, മാറുക, റൂയിൻ ചെയ്യുക, ഡിസ്ട്രോയ് ചെയ്യുക, ഡാമേജ് ചെയ്യുക. എന്തെങ്കിലും ഒരു കാര്യത്തെ നമ്മൾ നശിപ്പിക്കുന്ന, കുളമാക്കുക, നശിപ്പിക്കുക, അതിനാണ് വിറ്റിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. സോ വിറ്റിയേറ്റ് എന്ന് പറഞ്ഞാൽ സ്പോയിൽ ചെയ്യുക, മാറിയ, റൂയിൻ ചെയ്യുക, ഡാമേജ് ചെയ്യുക എന്നൊക്കെ പറയും. സോ ദാറ്റ് ഇസ് വിറ്റിയേറ്റ് എന്ന വാക്ക് കേട്ടോ. ഓർത്ത് വെച്ചോ, വിറ്റിയേറ്റ് എന്ന വാക്ക്. ഓക്കെ, യാ. I felt a tremendous pressure on my mind. I felt a tremendous pressure ഒക്കെയാണ്. വേണ്ട, I felt tremendous pressure മതിയാവും മോളെ. On my mind വേണ്ട, in my mind ആണ്. On my mind പറയില്ല, in my mind. In my mind, bear in mind അല്ലേ പറയും, നമ്മൾ ഒരിക്കലും ഓൺ പറയില്ല. മൈൻഡിൻ്റെ കൂടെ ഇൻ ആണ്, ഫേസിൻ്റെ കൂടെ ഓണും, ഫേസിൻ്റെ കൂടെ ഓണും, മൈൻഡിൻ്റെ കൂടെ ഇന്നും. My colleagues reportedly say that our officer is very bad at scrutinizing problems. That's great. You should scrutinize the things carefully before stepping into politics. Before proposition അല്ലേ, proposition ശേഷം V3 വരില്ല, proposition ശേഷം gerund വരാം, proposition ശേഷം എപ്പോഴും ഒബ്ജക്റ്റ് വേണം അല്ലേ സോനല്ലേ? അപ്പൊ നോക്കണേ, പ്രൊപ്പോസിഷൻ ഉണ്ടോ അതിനുശേഷം ഒബ്ജക്റ്റ്, ഒന്നെങ്കിൽ നൗൺ ആയിരിക്കണം, അല്ലെ പ്രോനൗൺ ആയിരിക്കണം, അല്ലെങ്കിൽ ജെറണ്ട് ആയിരിക്കണം. ബിഫോർ സ്റ്റെപ്പിംഗ് ഇൻ ടു പൊളിറ്റിക്സ് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ വിറ്റിയേറ്റ്, സ്പോയിൽ, മാർ, ഡിസ്ട്രോയ്, ഡാമേജ് അല്ലേ? അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്താ? ഫിക്സ് ചെയ്യുക, റീകൺസ്ട്രക്ട് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക, റിപ്പയർ ചെയ്യുക, പാച്ച് ചെയ്യുക. അതാണ് അതിന്റെ ഓപ്പോസിറ്റ് കേട്ടോ. റീകൺസ്ട്രക്ട് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക, ഫിക്സ് ചെയ്യുക, റിപ്പയർ ചെയ്യുക, പാച്ച് ചെയ്യുക എന്നാണ് അതിന്റെ ഓപ്പോസിറ്റ് വരിക. അടുത്ത നോക്കിയേ, അടുത്ത ലൂക്കർ എന്ന വാക്കിന്റെ അർത്ഥം നൗൺ ആണ്. ലൂക്കർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതാണ്: മണി, ക്യാഷ്, ഫണ്ട്, ക്യാപിറ്റൽ, പ്രോഫിറ്റ്, ഗെയിൻ. നമ്മുടെ വരുമാനം, നമുക്ക് കിട്ടുന്ന ഒരു ഗെയിൻ ഉണ്ടല്ലോ, പൈസ ഇങ്ങോട്ട് കിട്ടുന്ന, അതിനെയാണ് ലൂക്കർ എന്ന് പറയുക. അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ് വരുമ്പോൾ കോസ്റ്റ്, ചെലവ്, എക്സ്പെൻസ്, ലോസ്, ഔട്ട്ലേ എന്ന് പറയും. നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന നേട്ടമുള്ള മണിക്ക് ആണ് നമ്മൾ ക്യാഷ്, മണി, ഫണ്ട്, ക്യാപിറ്റൽ, പ്രോഫിറ്റിനൊക്കെ നമ്മൾ പറയും ഗെയിനൊക്കെ നമ്മൾ ലൂക്കർ എന്ന് പറയും. അപ്പോൾ ലൂക്കറിന്റെ ഓപ്പോസിറ്റ് നേരെ എന്താ വെച്ചാൽ കോസ്റ്റ്, ചെലവ് കേട്ടോ, എക്സ്പെൻസ്, ഔട്ട്ലേ, ലോസ് എന്നൊക്കെ പറയും, നഷ്ടം എന്നൊക്കെ പറയാം. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇല്ല, അതുപോലെ ഓർത്ത് വെച്ചോളാം. അടുത്ത സ്റ്റിഫ്ലിംഗ് എന്ന വാക്ക്. സ്റ്റിഫ്ലിംഗ് എന്ന് പറഞ്ഞാൽ സഫോക്കേറ്റ് ചെയ്യുക അല്ലെ, നമ്മൾ ശ്വാസം മുട്ടിക്കുക എന്നുള്ളതാണ്. അപ്പൊ സ്റ്റിഫ്ലിംഗ് ആണെങ്കിൽ ഭയങ്കര സഫോക്കേറ്റിംഗ് ആയിട്ടുള്ള ശ്വാസം മുട്ടുന്ന ഒരു അവസ്ഥ, അതിനാണ് സ്റ്റിഫ്ലിംഗ്. അഡ്ജക്റ്റീവ് ആണ് സ്റ്റിഫ്ലിംഗ്. സ്റ്റിഫിൽ ചെയ്യുക വെർബ്, സ്റ്റിഫ്ലിംഗ് അഡ്ജക്റ്റീവ്. സ്റ്റിഫ്ലിംഗ് എന്ന് പറഞ്ഞാൽ സഫോക്കേറ്റിംഗ്, ക്ലോസ്ഡ്, ഭയങ്കര ക്ലോസ്ഡ് ആയിട്ടുള്ള.
സ്റ്റിഫ്ലിംഗ് അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ ഭയങ്കര ക്ലോസ്ഡ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ എന്ന് പറയില്ലേ. നമ്മൾ ചിലരൊക്കെ ക്ലോസ്ട്രോഫോബിയ ആണ്, വളരെ ക്ലോസ്ഡ് സർഫസിൽ ഒന്നും അവർക്ക് നിൽക്കാൻ പറ്റില്ല, അവരെ ഭയങ്കര ബുദ്ധിമുട്ടിക്കും അവർ. അതിനാണ് നമ്മൾ ക്ലോസ്ട്രോഫോബിയ എന്ന് പറയാം. അപ്പോൾ ഓർത്താൽ മതി, സ്റ്റിഫ്ലിംഗ് എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ആയിട്ടുള്ള, സഫക്കേറ്റിംഗ് ആയിട്ടുള്ള, സ്റ്റഫി ആയിട്ടുള്ള, ഭയങ്കര സ്റ്റഫി ആയിട്ടിരിക്കുന്ന, ഭയങ്കര ഇടുങ്ങിയ ഒരു രീതിയിൽ തോന്നില്ല നമുക്ക്, അതിനാണ് സ്റ്റഫി ആയിട്ടുള്ള, കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ള, നമ്മൾ റെസ്ട്രിക്ട് ചെയ്യുന്ന രീതിയിലുള്ള, അതിനാണ് സ്റ്റിഫ്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയും ബ്രീസി, നല്ല എയർ ആയിട്ട് ഉള്ളത്, റിഫ്രഷിംഗ് ആയിട്ടുള്ള, ബ്രേസിംഗ് ആയിട്ടുള്ള, റിവൈവിംഗ് ആയിട്ടുള്ള എന്ന് പറയും. അപ്പോൾ സ്റ്റിഫ്ലിംഗ് എന്നതിൻ്റെ ഓപ്പോസിറ്റ് ബ്രീസി, റിഫ്രഷിംഗ്, ബ്രേസിംഗ് അല്ലെങ്കിൽ റിവൈവിംഗ് എന്ന് പറയാം കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ, ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ലെറ്റ് മീ റീഡ് യുവർ സെൻറ്റൻസസ്. റോങ് പാർട്ട്ണർഷിപ്പ് വിറ്റിയേറ്റ് യുവർ dreams. Truth है, wrong partnership singular അല്ലേ, അപ്പം verb singular കൊടുത്തേ wrong partnership vitiates your dreams കൊടുക്കുക. vitiate-ന്റെ plural കൊടുത്ത് vitiates അല്ല, singular കൊടുത്ത് vitiates കൊടുക്കുക. Defamation is a prestigious issue to celebrities. Yes, ഭയങ്കര ഒരു വലിയ ഇഷ്യൂ അവർക്ക്. Reportedly, the hominins are squandering a lot of money. Hominins are squandering a lot of money for unwanted things. Yes, she vitiated the food by her cooking. Okay. അത് വേണ്ടായിരുന്നു അതില. That unexpected accident vitiated his life. That's great. He reportedly damaged his family's prestige. ഫാമിലിയുടെ പ്രസ്റ്റീജ് അല്ലേ, അവിടെ ഫാമിലീസ് പ്ലൂറൽ അല്ല, ഫാമിലി കൊടുത്തിട്ട് അപ്പസ്ട്രോഫിയസ് ഫാമിലിയുടെ എന്ന് കൊടുക്കണം കേട്ടോ. സനിലെ ഫാമിലി എന്നുള്ളതിന് കൊടുത്തിട്ട് പ്ലൂറൽ കൊടുക്കുക. ഫാമിലീസ് പ്രസ്റ്റീജ് ബൈ ഇൻവോൾവിങ് ഇൻ ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ്. ഫാമിലിയുടെ എന്നുള്ള അപ്പസ്ട്രോഫീസ് കൊടുക്കാനും പറ്റില്ല, കാരണം ഫാമിലി ഒരു കളക്റ്റീവാണ്. കളക്റ്റീവുണ്ട് നമുക്ക് ഒരിക്കലും പൊസിഷൻ കൊടുക്കാൻ പറ്റില്ല, അതൊരു വസ്തുവായിട്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിനെന്താ കൊടുക്കണം എന്നറിയോ, ഇങ്ങനെ കൊടുക്കാം. He reportedly damaged the prestige of his family. Damaged the prestige of his family by involving in anti-social activities. Adana usage correct to Sanil. He vitiates my career. That's great. His harsh dialogues vitiated the happiness. Okay, that's great. Nowadays, some parents don't accept their children's love affair because of prestigious issues. Yes. You must vitiate it. You must vitiate negative thought. You must vitiate the negative thought. പ്രഭിജിത്തെ മസ്റ്റ് ഒരു മോഡൽ ഓക്സിലർ വെർബാ. ഏതൊരു മോഡൽ ഓക്സിലർ വെർബിന്റെ കൂടെയും നമ്മൾ ഉറപ്പിച്ച് വെച്ചോണ്ടേ, ഏതൊരു മോഡൽ ഓക്സിലർ വെർബ്, നമ്മൾ ഏതൊക്കെ മോഡൽ ഓക്സിലർ വെർബ് പഠിച്ചിട്ടുണ്ടോ ആ മോഡൽ ഓക്സിലർ വെർബുകളുടെ കൂടെ എപ്പോഴും നമ്മൾ കൊടുക്കേണ്ടത് V1 ആയിരിക്കണം. വെർബിന്റെ ഫസ്റ്റ് ഫോം, റൂട്ട് ഫോം ഓഫ് വെർബ് ആയിരിക്കണം. നിർബന്ധമായിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. മോഡൽ ഓക്സിലർ വെർബ് ആണോ എന്നെങ്കിൽ V1 കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം മസ്റ്റ് വിറ്റിയേറ്റഡ് അല്ല, മസ്റ്റ് വിറ്റിയേറ്റ് എന്ന് കൊടുക്കണം കേട്ടോ. അപ്പോൾ സെറ്റോ. His rude behavior stifled me a lot. That's great. The bucket vitiated my whole effort in baking cake. Oh, funny IB. Smoking vitiates health. That's great. Tremendous looker is necessary for starting any enterprises in India. That's great. She vitiates the TV remote by repairing herself instead of changing the battery. Adivoli. Her stifling behavior shows that she vitiated the bouquet. All right. Prestige of his family. Yes. We vitiate principal glass while on Onam celebration. During Onam celebration, കേട്ടോ. We vitiate principal glass while Onam celebration മതി. while ഉള്ളപ്പോൾ പിന്നെ ഓൺ വേണ്ട. while ഓൾറെഡി ഒരു പ്രപ്പോസിഷൻ ആണ്, അതിൻ്റെ കൂടെ പിന്നെ ഓണം വേണ്ട, അല്ല ഓൺ വേണ്ട, ആ ഓണം കട്ട് ചെയ്തോളൂ കേട്ടോ മുഹമ്മദേ. After scrutiny, he prefers to go to Dutch in Dutch അല്ല, ഡച്ച് എന്ന് പറയുന്നത് നമ്മൾ പോർച്ചുഗീസിലുള്ള ആൾക്കാർ പറയുന്ന പേരാണ് ഡച്ച്. ഇത് അപ്പം ഡച്ച് എന്ന് പറയുന്ന ഒരു ആൾക്കാർ, ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് പറയുന്നതാണ്. അല്ലെങ്കിൽ ആ ലാംഗ്വേജ് ഡച്ച് ലാംഗ്വേജ് അല്ല, പോർച്ചുഗീസ് അവരുടെ ലാംഗ്വേജ്. അപ്പം ഡച്ച് എന്ന് പറയുന്ന ആൾക്കാരെ പറയുന്നവരാണ്. അപ്പോൾ ഗോ ടു ഡച്ച് അല്ല, ആ പ്ലേസിൻ്റെ പേര് പറയണം. ഗോ ടു എവിടെയാണോ, ഇൻ എവറി ഔട്ടിങ് ആഫ്റ്റർ ദി ഗോ ടു ടച്ച് മറ്റേ ഇഡിയമാണല്ലോ. സോറി. അപ്പം അവിടെ ഇഡിയമാണ്. ഓക്കെ. ഇവന് ഒന്ന് ശ്രദ്ധിച്ചോണേ. ആഫ്റ്റർ സ്ക്രൂട്ടിനി ഹി പ്രിഫേഴ്സ് ടു കൊടുക്കണേ, അത് കൊടുക്കണം. പ്രിഫേഴ്സ് ടു ഗോ ടു ടച്ച് ഇൻ എവറി ഔട്ടിങ് ആഫ്റ്റർ ഹി കംസ് ടു നോ ദാറ്റ് he vitiates his lucre which is earned from his bread and butter. That's great. Use the lucre carefully, otherwise it will vitiate you. Okay. Her uncanny behavior vitiated the function. That's great. They are stifling while passing through the aisles in between two mountains. Great. Festive seasons helps അല്ല ട്രൂത്ത്. ഫെസ്റ്റീവ് സീസൺസ് ഇപ്പോൾ ട്രൂത്ത് ശ്രദ്ധിക്കണേ, സബ്ജക്റ്റ് അനുസരിച്ച് വെർബ് കൊടുക്കുക. രണ്ടുമൂന്നുണ്ട് നമ്മൾ തിരുത്തിയിട്ടുണ്ട്. ആ ഭാഗം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണം. നമ്മുടെ കോൺസെൻട്രേറ്റിൻ്റെ ഭാഗം അതാണ് കേട്ടോ. സബ്ജക്റ്റ് അനുസരിച്ച് വെർബ് കൊടുക്കുക. ഫെസ്റ്റീവ് സീസൺസ് ആണ്, സീസൺസ് പ്ലൂറലാണ്, അപ്പോൾ വെർബ് പ്ലൂറൽ കൊടുക്കുക. പ്ലൂറൽ വെർബിന് എസ് ഇല്ല, സിംഗിൾ വെർബിനാണ് എസ് ഉള്ളത് കേട്ടോ. നൗണിൻ്റെ കൂടെ എസ് ഇട്ടാൽ പ്ലൂറലാവും, വെർബിൻ്റെ കൂടെ എസ് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിലാണ് പ്ലൂറലാവുക. അപ്പോൾ എങ്ങനെ കൊടുക്കാം,
festive season help tremendous look in the business കൊടുക്കാം. Okay, I feel stifling when I see my relatives. അതെനിക്ക് തോന്നാറുണ്ട്. എനിക്ക് അങ്ങ് ശ്വാസം വിട്ടു. I know, Shiny, I know what you mean. It was a stifling room. That's great. He vitiated the entire situation into a stifling one. That's great. It's quite difficult to tolerate the stifling speeches of political leaders. Yes. Sometimes your love and care are stifling things to me. ശരിയാ, ചില സമയത്ത് നമുക്ക് ശ്വാസം മുട്ടും. ഇടിയമാണ് മനസ്സിലായി. It is in my chemistry lab that I usually undergo stifling. Okay. All right. I cannot travel in stifling bus. Okay. That's great. Typo. Okay. It's okay. No problem. Our hostel room was a stifling room. That's great. അപ്പോൾ ഓക്കെ ആണല്ലോ. അടുത്ത സെറ്റിലോട്ട് പോകാലോ. നെക്സ്റ്റ് സെറ്റാണ് നമ്മൾ പെർമിസിബിൾ ഇന്നലത്തെ, അത് അറിയാതെ വന്നു പോയത്. അത് ഞാൻ മാറ്റാട്ടോ. അത് ഞാൻ മാറ്റം വിട്ടു. എന്ത് പറ്റിയാണോ ആവോ, ഞാനത് വിട്ടുപോയി, ക്ഷമിക്കാം. ആ വാക്കില്ല, പെർമിസിബിൾ ഇന്നലത്തെ വാക്കാണ്. അപ്പം ഇന്ന് നമുക്കതില്ല. അപ്പം ഇന്നത്തെ വാക്ക് ഡിസെൻറ്റ്. എന്താ ഡിസെൻറ്റിൻ്റെ അർത്ഥം? ഡിസെഗ്രിമെൻറ്റ് അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ്. ഡിസെൻറ്റ് എന്ന് പറഞ്ഞാൽ നൗണായിട്ട് വെർബായിട്ടും അതേപോലെ ഉപയോഗിക്കാം കേട്ടോ. നമ്മൾ ഡിസെഗ്രിമെൻറ്റ് എന്ന് പറയാം ഡിസെൻറ്റിന്, അല്ലെങ്കിൽ നമുക്ക് പറയാം എന്താ പറയുക, നമ്മുടെ ആർഗ്യുമെൻ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഡിസ്പ്യൂട്ട് എന്ന് പറയാം. അതൊക്കെയാണ് ഡിസെൻറ്റ് എന്ന് പറയുന്നത്. എന്നാൽ അതേ സമയത്ത് ഡിസെൻറ്റ് വേറൊരു ഡിസെൻറ്റ് ഉണ്ട്, DESCENT, കൺഫ്യൂസിങ് വെബിൽ വന്ന ഡിസെൻറ്റ് നിങ്ങൾക്ക് അറിയാലോ. ആ ഡിസെൻറ്റ് വേറെ ഡിസെൻറ്റ് ആണേ, അത് ഓർത്ത് വെച്ചോ. ആ ഡിസെൻറ്റ് ഈസ് DESCENT, ഡിസെൻറ്റ് ചെയ്യുക. അത് നൗൺ ഡിസെൻറ്റ് പറയും. എന്താ ആ ഡിസെൻറ്റിൻ്റെ അർത്ഥം നമ്മൾ താഴോട്ട് ഇറങ്ങി പോകാന്നൊരു ഡിസെൻറ്റും ഉണ്ട്, പിന്നെ കമ്മിങ് ഡൗൺ അല്ലേ, കമ്മിങ് ഡൗൺ എന്നർത്ഥം, താഴോട്ട് ഇറങ്ങി വരിക. അല്ലെങ്കിൽ ഡ്രോപ്പ് അല്ലേ, ഫോൾ അല്ലെങ്കിൽ ഡ്രോപ്പ്, അതിന് നമുക്ക് നൗണായിട്ട് പറയാം. അല്ലെങ്കിൽ ഈ ഡിസെൻറ്റ് വേറെ അർത്ഥം ലീനേജ്, തായ്വേര് പറയില്ലേ, തായ്വേര് ലീനേജ്, ആ രണ്ടർത്ഥമാണ് ഡിസെൻറ്റ്. ഈ ഡിസെൻറ്റിന് ഈ രണ്ട് മീനിങ് വരുന്ന ഡിസെൻ്റ് ആണ്. എന്നാൽ ഈ ഡിസെൻറ്റ് ഈസ് നമ്മുടെ മറ്റേ ഡിസഗ്രിമെൻറ്റ്, അതുപോലെ തന്നെ ആർഗ്യുമെൻറ്റ് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഡിസ്പ്യൂട്ടൊക്കെ. അപ്പോൾ ഡിസെൻറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ? ഹി ഡിസെൻറ്റഡ് ദ പ്രപ്പോസൽ എന്ന് പറഞ്ഞാൽ ഹി ഒപ്പോസ് ദ പ്രപ്പോസൽ. ആ പ്രപ്പോസലിനെ പുള്ളി ഒപ്പോസ് ചെയ്തു എന്നാണ് അർത്ഥം. അപ്പോൾ ഒപ്പോസ് ചെയ്യുന്ന പറഞ്ഞാൽ എതിർക്കുക അല്ലേ. അപ്പം അതിൻ്റെ ആൻറ്റണിം എന്ത് വരും? അഗ്രിമെൻറ്റ്, ആക്സെപ്റ്റൻസ് നൗണിൻ്റെ വരും. വെർബിൻ്റെ ആണെങ്കിൽ അഗ്രി ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക എന്നൊക്കെ വരും. ഓർത്ത് വെച്ചോളൂ. അതാണ് ഡിസെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരിക. അടുത്ത വാക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് ഈസ് ഇൻറ്റൻറ്റ്. ഈ ഇൻറ്റൻറ്റ് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഇത് നൗൺ ഇൻറ്റൻറ്റ് ആണ്. INTENT. നോക്കണേ, ഇവിടെ രണ്ട് ഡിസെൻറ്റും ഇൻറ്റൻറ്റും വന്നപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ടി വന്നാൽ നൗൺ ആണ്, എന്നാൽ അതേ സമയത്ത് ഡി വന്ന വെർബാണ് കേട്ടോ. ഇവിടെ ഈ ഇൻറ്റൻറ്റിൻ്റെ ഡി ആയിരുന്നെങ്കിൽ ഡിസെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വെർബാണ്. ഡിസെൻറ്റ് ചെയ്യുക വെർബുണ്ട്. താഴോട്ട് ഇറങ്ങി വരിക എന്നുള്ള അർത്ഥമാണ് ഡിസെൻറ്റ് ചെയ്യുക. ഡിസെൻഡിങ് ഓർഡർ, അസെൻഡിങ് ഓർഡർ അല്ലേ ആ ഡി. അതുപോലെ ഇൻറ്റൻറ്റ് ഡി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻറ്റൻറ്റ് നൗൺ ആണേ ഈ ഇൻറ്റൻറ്റ്. അതുപോലെ അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കുന്ന ഇൻറ്റൻറ്റ് ഉണ്ട്. എന്നാൽ അതേ സമയത്ത് ഇൻറ്റൻറ്റ് ടു ഡു സംതിങ് എന്നൊക്കെ അർത്ഥത്തിൽ ഇൻറ്റൻറ്റ്. എന്നാൽ അതേ സമയത്ത് മറ്റേ ഇൻറ്റൻറ്റ് ഉണ്ടല്ലോ, INTD, ആ ഡി ഇൻറ്റൻറ്റ് വെർബ. ആ ഇൻറ്റൻറ്റിൻ്റെ അർത്ഥം ഇസ് അർത്ഥം സെയിം സാധനം, പക്ഷേ നമ്മൾ യൂസേജ്, അപ്പോൾ സ്ട്രക്ചർ മാറിപ്പോൾ. ഇൻറ്റൻറ്റ് ഡി വരുമ്പോൾ വെർബാണ്, ഓർത്ത് വെച്ചോളൂ, വെർബാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മൾ ഒരു കാര്യം പ്ലാൻ ചെയ്യുക, എയിം ചെയ്യുക എന്നൊക്കെ അർത്ഥം. സെയിം മീനിങ്ങാണ്. എയിം ചെയ്യുക, പ്ലാൻ ചെയ്യുക എന്നൊക്കെ തന്നെയാണ് അർത്ഥം. I intend to എന്നൊക്കെ പറയില്ല, അത് വെർബ്. പക്ഷേ ടി വന്ന നൗണാണ്. അപ്പോൾ പ്ലാൻ, എയിം, പർപ്പസ്, ഒബ്ജക്റ്റീവ് എന്നൊക്കെ അതിൻ്റെ അർത്ഥം ഇൻറ്റൻറ്റിൻ്റെ. അതുപോലെ അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ അതിൻ്റെ അർത്ഥം എന്നാ? ബെൻഡ്, ഡിറ്റർമിൻഡ്, റിസോൾവ്ഡ്, ഉറപ്പായിട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ തീരുമാനം എടുത്ത് വെച്ചേക്കുന്ന എന്നർത്ഥത്തിലാണ്. അപ്പോൾ ആൻറ്റണിംസ് ആയിട്ട് വരുമ്പോൾ പ്ലാനിൻ്റെ ഒക്കെ പർപ്പസിൻ്റെ ഒക്കെ ഓപ്പോസിറ്റ് വേ അല്ലെങ്കിൽ മെത്തേഡ് എന്ന് പറയും. നമ്മുടെ പ്ലാൻ മാത്രമല്ലേ ഉള്ളൂ ഇത്. അപ്പം ഇത് മെത്തേഡ്, വേ, രീതികൾ എന്നർത്ഥത്തിലാണ് ആൻറ്റണിമായിട്ട് വരിക. പിന്നെ ഡിറ്റർമിൻ ചെയ്തിട്ടുള്ളൊരു കാര്യം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് വരും ഹെസിറ്റൻറ്റ്, താല്പര്യമില്ല, അൺവില്ലിംഗ് ആയിട്ടുള്ള, ഇൻഡിസിസീവ് ആയിട്ടുള്ള എന്നൊക്കെയാണ് ആൻറ്റണിമായിട്ട് വരിക. ഓർത്ത് വെച്ചോണം കേട്ടോ. ഇൻറ്റൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് ഹെസിറ്റൻറ്റ്, ഇൻഡിസിസീവ് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം. അടുത്ത വാക്ക് ത്വാർട്ട്. അടുത്ത വാക്ക് ത്വാർട്ട്. ഞാനിവിടെ ഇതൊന്ന് ആഡ് ചെയ്യാം. ഓക്കെ, ത്വാർട്ട് ചെയ്യാം. ഓക്കെ, ത്വാർട്ട് ചെയ്യാന്നൊരു വാക്ക്. അപ്പോൾ ത്വാർട്ട് ചെയ്യുന്ന വാക്കിൻ്റെ അർത്ഥം ഇതാണ്: പ്രിവെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഫ്രസ്ട്രേറ്റ് ചെയ്യുക. ഓക്കെ, ത്വാർട്ട് ചെയ്യുന്ന വാക്കിൻ്റെ അർത്ഥം പ്രിവെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഫ്രസ്ട്രേറ്റ് ചെയ്യുക, ഹാമ്പർ ചെയ്യുക, ഇമ്പീഡ് ചെയ്യുക, ഹിൻഡർ ചെയ്യുക എന്നൊക്കെ പറയും. നമ്മളൊരു എന്തെങ്കിലും ഒരു കാര്യത്തെ നമ്മൾ എന്ത് ചെയ്യുക, തടഞ്ഞു നിർത്തുന്നതിന് നമുക്ക് എന്ത് പറയാം? ത്വാർട്ട് ചെയ്യുക എന്ന് പറയും. ഓക്കെ, തടഞ്ഞു നിർത്തണം. അപ്പം ഓർത്തോണം, എന്തൊരു കാര്യത്തെ പ്രിവെൻറ്റ് ചെയ്യാണ്. അപ്പം ത്വാർട്ട് ചെയ്യുക പോസിറ്റീവ് സെൻസിലും പറയാം കേട്ടോ. ത്വാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് നെഗറ്റീവ് സെൻസിൽ മാത്രമല്ല, പോസിറ്റീവ് സെൻസിലും പറയും. നമ്മളൊരു കാര്യത്തിൽ പ്രിവെൻറ്റ് ചെയ്യുമ്പോൾ അതെന്തെങ്കിലും ഡേഞ്ചറിനെ ത്വാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞൂടെ? എന്തെങ്കിലും ഡേഞ്ചർ ലൈഫിലുണ്ടാകുന്ന എന്തെങ്കിലും ഡേഞ്ചർ നമുക്ക് ത്വാർട്ട് ചെയ്യുക എന്ന് പറയാം. അപ്പോൾ ത്വാർട്ട് ഒരു നെഗറ്റീവ് വേർഡൊന്നും അല്ല, പോസിറ്റീവ് സെൻസിലും പറയാം, അതേപോലെ നെഗറ്റീവ് സെൻസിലും പറയാൻ പറ്റുന്ന ഒരു വാക്കാണ് ത്വാർട്ട് ചെയ്യുന്നൊരു വാക്ക്. അതൊന്ന് മനസ്സിലുണ്ടായിരിക്കണം കേട്ടോ. ത്വാർട്ട് എന്ന വാക്ക് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ത്വാർട്ട് എന്ന വാക്കിൻ്റെ അർത്ഥം.
അപ്പോൾ അതേപോലെ നമുക്കതിൻ്റെ ആൻറ്റണിം അപ്പോൾ നോക്കാം. ഓക്കെ, ത്വാർട്ട് എന്ന വാക്കിൻ്റെ ആൻറ്റണിം നമുക്ക് നോക്കാം. ദാറ്റ് ഇസ് പ്രൊമോട്ട് ചെയ്യുക. ഒരു കാര്യം നമ്മൾ ഹിൻഡർ ചെയ്ത് വെക്കുമ്പോൾ അല്ലെങ്കിൽ തടഞ്ഞ് ചെയ്ത് വെക്കുമ്പോൾ അതിനെ പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ എൻകറേജ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരേണ്ടത്. ഓർത്ത് വെച്ചണം, ത്വാർട്ട് എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ എൻകറേജ് ചെയ്യുക, അസിസ്റ്റ് ചെയ്യുക, ഫോസ്റ്റർ ചെയ്യുക എന്നൊക്കെ പറയാം. ത്വാർട്ട് ഒരു വെർബ്, ത്വാർട്ടിങ് എന്നുള്ളത് അഡ്ജക്റ്റീവായിട്ട് വരാറുണ്ട്, ഓർത്ത് വെച്ചോളാം. അപ്പോൾ ത്വാർട്ട് ഒരു വെർബാണ്, മറന്നുകൊണ്ട് ത്വാർട്ട് ഒരു വെർബാണ്. വെർബായിട്ട് ഉപയോഗിക്കുന്ന ത്വാർട്ട്, ഹി ത്വാർട്ടഡ് മീ ടു എന്നൊക്കെ പറഞ്ഞാൽ ഹി പ്രിവെന്റഡ് മീ ടു ഡു ദാറ്റ്, അത് പ്രിവെന്റഡ് മീ ഫ്രം ഡൂയിങ് ദാറ്റ്. ഓക്കെ, സോറി, എന്നുള്ള അർത്ഥത്തിൽ ഓർത്ത് വെച്ചോളൂ കേട്ടോ. അതിനെ എതിർക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ത്വാർട്ട് എന്നുള്ള വാക്ക്. എതിർക്കുക, തടഞ്ഞു വെക്കുക, സ്റ്റോപ്പ് ചെയ്യുക, പ്രിവെന്റ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ, ഹാമ്പർ ചെയ്യുക, റെസ്ട്രിക്ട് ചെയ്യുക, ഒബ്സ്ട്രക്ട് ചെയ്യുക എന്നൊക്കെ അർത്ഥത്തിലാണ് ത്വാർട്ട് ചെയ്യുക പറയാം കേട്ടോ. അതൊന്നും മറക്കണ്ട. അതിന്റെ ആന്റണിമാണ് പ്രൊമോട്ട് ചെയ്യുക, എൻകറേജ് ചെയ്യുക, അസിസ്റ്റ് ചെയ്യുക, ഫോസ്റ്റർ ചെയ്യുക എന്നൊക്കെ നമ്മൾ പറയുന്നത്. മറക്കണ്ട കേട്ടോ. നമ്മുടെ സെന്റൻസ് നോക്കട്ടെ ഞാനൊന്നും. All right, let's see. Okay. Yeah, the government should take proper action against the drug mafias, otherwise the new generation vitiated by using the new generation will vitiate by using, will be vitiated. Okay, will be vitiated ആയി പോകും, spoil ആയി പോകും അല്ലേ, will be vitiated by using these drugs എന്ന് കൊടുക്കാം. Bobby approached Lucifer for the lucre. Okay, they tends to overstate his case when talking politics. That's great. You must ramp up the availability of lucre for purchasing the share. Okay, his intention to become a pilot is appreciable. Okay, the company descended his new idea. That's great. One second. They entered into an ascent. Ascent ഈ ascent അല്ല, അതിന്റെ സ്പെല്ലിംഗ് നോക്കിയേ, AS അസെൻ്റ്, അതായത് അസെൻ്റ്, യെസ്, ഓപ്പോസിറ്റ് പോകും. അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞില്ലേ ഈ അഗ്രിമെൻറ്റിൻ്റെ അതേ മീനിങ് വരുന്ന വേറൊരു വാക്കുകൂടെ ഞാൻ എടുത്ത് പറയാൻ പറ്റും. ഇവൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തെ. ഇത് ഓപ്പോസിറ്റ് വരുന്ന വാക്കിന് അസെൻ്റ്, ASSENT. വിനു പറഞ്ഞപ്പോഴാണ് ഓർത്തെ. ഇത് കൺസെൻറ്റ്, അസെൻ്റ്, അഗ്രിമെൻറ്റിൻ്റെ മറ്റൊരു വാക്കാണ് കേട്ടോ, ASSENT, അസെൻ്റ് കേട്ടോ. അത് കറക്റ്റാണ്. ഗോ ടു ടച്ച് എന്ന് പറഞ്ഞാൽ ഷെയർ ദ എമൗണ്ട് കേട്ടോ. ഇതിലൊരു കോസ്റ്റ്, ഷെയർ ദ എമൗണ്ട് അല്ലെങ്കിൽ ഷെയർ ദ കോസ്റ്റ് ഓഫ് സംതിങ്, ഇതിലൊരു കാര്യത്തിന്റെ കോസ്റ്റ് ഷെയർ ചെയ്യുന്നതിനാണ് കേട്ടോ നമ്മൾ ഗോ ടു ടച്ച് എന്ന് പറഞ്ഞ. ശബരി, ഹിസ് ഡിസെന്റ് ഇൻ ദ പ്രോജക്ട് ലീഡ്സ് ടു ഹിറ്റ്സ് ഡിസ്മിസൽ. ഓക്കെ, ഓണർ ഡിസെൻഡഡ് മൈ ബിസിനസ് പ്രപ്പോസൽസ്. ഐ ഹാഡ് എ ഡിസെന്റ് വിത്ത് ഹർ ഒപ്പീനിയൻ. ദാറ്റ്സ് ഗ്രേറ്റ്. സം പൊളിറ്റിക്കൽ പാർട്ടീസ് ആർ ഡിസെൻഡിങ് ദ യൂണിഫോം സിവിൽ കോഡ്. I wish to dissent. Great. Your intent helps him to escape from the trouble. That's great. The machine vitiated by technical problems. The machine vitiated by technical problems. Would you mind sharing your intent to them? That's great. I intend to make dissent to his decision. Decision double S illa to Pravina. Okay. My intent is to seek a permanent job in 2024. That's great, Aditya. Today I pledged to my girlfriend to intend a job, to plan a job on public sector. That's great. The police to aim. Okay, the police thwarted the protesting people from entering the building. That's great. He thwarted the meeting at the last moment due to lack of time. Please don't intend more on the trip. It will never happen. That's great. The dissension in the management will affect the company badly. Our dissension alla dissent madi, noun alla dissent noun thanne allada. Our dissension nu kodukanda. I dissent your intent. That's great. My intent is going to USA. All right. Doctor prescribes to prescribe the junks to prevent the disease. That's great. The sound from the drilling machine thwarted me a lot. That's great. Negative thoughts are thwarting you from doing activities. At present, religious dissent was not tolerated. That's great. He thwarted me to smoke. Okay. Thwarted me to smoke അല്ല, thwarted me from കേട്ടോ, thwarted me from smoking. എന്നെ സ്മോക്ക് ചെയ്യുന്നതിൽ നിന്ന് അവൻ തടഞ്ഞു എന്നല്ലേ. അപ്പം മുഹമ്മദെ ഇവിടെ ശ്രദ്ധിക്കുക, he thwarted me from smoking എന്ന് കൊടുക്കാം. He always thwarts the intentions of his wife. That's great. We must thwart company new scheme. അല്ല, we must thwart our company from new schemes എന്ന് കൊടുക്കാം. പ്രിവെന്റ് ചെയ്യണം. അല്ലെങ്കിൽ വി മസ്റ്റ് വാട്ട് അവർ കമ്പനീസ്, കമ്പനിയുടെ പുതിയ സ്കീം എന്നല്ലേ, അപ്പം ഇങ്ങനെ കൊടുത്താൽ മതി. വി മസ്റ്റ് വാട്ട് ന്യൂ സ്കീംസ് ഓഫ് അവർ കമ്പനി, വി മസ്റ്റ് വാട്ട് ന്യൂ സ്കീംസ് ഓഫ് അവർ കമ്പനി എന്ന് കൊടുക്കട്ടോ. ആദർശ അപ്പോൾ സെറ്റ്. ഓക്കെ, അടുത്ത സെറ്റ് നോക്കിയേ, മിസ്അപ്രോപ്രിയേഷൻ. മിസ്അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പൈസയ്ക്ക് അനാവശ്യമായിട്ട് കൈകാര്യം ചെയ്യുക, കള്ളത്തരത്തിലൂടെ, അതിനാണ് മിസ്അപ്രോപ്രിയേഷൻ എന്ന് പറയുക. അപ്രോപ്രിയേഷൻ നേരെ പോകുന്നുള്ള വഴിയാണ്. മിസ്അപ്രോപ്രിയേഷൻ എന്ന എംബസൽമെന്റ്, എക്സ്പ്രോപ്രിയേഷൻ, എന്താ ഒരു കാര്യമൊക്കെ ആരും അറിയാതെ എടുത്ത് മാറ്റില്ല, അടിച്ചു മാറ്റുന്ന പരിപാടിയില്ല, അതിനെയാണ് നമ്മൾ പറയുന്നത് മിസ്അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് പർച്ചേസ്. നേരെ വഴി നമ്മൾ ഒരു കാര്യം പർച്ചേസ് ചെയ്യുക, കോൺട്രിബ്യൂഷൻ, അല്ലെങ്കിൽ നമ്മൾ ഒരാൾക്ക് ഒരു കാര്യം കോൺട്രിബ്യൂട്ട് ചെയ്യുക,
കോൺട്രിബ്യൂഷൻ പൈസ കൊടുക്കുക. ബെസ്റ്റോവിങ് പൈസ, ബെസ്റ്റോവിങ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം ഗ്രാൻഡ് ചെയ്ത് കൊടുക്കണം ഒരാൾക്ക്. ബെസ്റ്റോവിങ്, കോൺട്രിബ്യൂഷൻ, പർച്ചേസ് ഒക്കെയാണ് മിസ്അപ്രോപ്രിയേഷൻ്റെ ഓപ്പോസിറ്റ്. അപ്രോപ്രിയേഷനും അതിൻ്റെ ഓപ്പോസിറ്റ് ആട്ടോ അപ്രോപ്രിയേഷൻ. ഓർത്ത് വരും. അപ്പോൾ അതാണ് മിസ്അപ്രോപ്രിയേഷൻ. മിസ് എന്ന വാക്ക് വരുമ്പോൾ തന്നെ ഓർക്കുക നെഗറ്റീവ് പ്രിഫിക്സ് ആണ്. നെഗറ്റീവ് പ്രിഫിക്സിൽ വരുന്ന വാക്കുകളാണ് മിസ് ഹാൻഡിൽ ചെയ്യുക എന്നൊക്കെ പറയല്ലേ. ആ അർത്ഥത്തിൽ ഒന്ന് ശ്രദ്ധിച്ചോളൂ. മിസ് എന്ന വാക്ക് വരുമ്പോൾ ഓർത്ത് വെച്ചോണം, അത് നെഗറ്റീവ് വാക്കാണ്, ഓർത്ത് വെച്ചോണം. അടുത്തത് നമ്മുടെ ഡിസോൾവ് എന്നൊരു വാക്ക് നിങ്ങൾക്ക് അറിയാം, കെമിസ്ട്രിയിലൊക്കെ ഡിസോൾവ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന് ഡിഫ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ചെയ്യാന്ന് പറയും, ഡിസോൾവ് ഇറ്റ് എന്ന് പറയുന്നത് അല്ലേ. സൊല്യൂഷനൊക്കെ ഡിസോൾവ് ചെയ്യുക എന്നൊക്കെ പറയില്ലേ. എന്നാൽ അതല്ലാതെ ഡിസോൾവ് ഒരു എന്താ പറയുക, കമ്പനി ഡിസോൾവ് ചെയ്തു അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ഡിസോൾവ് ചെയ്യപ്പെട്ടു എന്നൊക്കെ പറയും, ഡിസ്മിസ് ചെയ്യപ്പെട്ടു എന്നൊക്കെ അർത്ഥം പറയും. ഡിസ്മിസ് ചെയ്യപ്പെട്ടു ഡിസ്ബാൻഡ് ചെയ്യുക അല്ലെങ്കിൽ റിപ്പീൽ ചെയ്യുക എന്ന് പറയില്ലേ. റിപ്പീൽ ചെയ്യുക എന്ന് പറയുമെങ്കിൽ ക്യാൻസൽ ചെയ്യുക അല്ലേ. ഡിസ്മിസ് ചെയ്യുക, ഡിസ്ബാൻഡ് ചെയ്യുക, പിരിച്ചുവിടുക. അതുപോലെ തന്നെ കമ്പനിയിൽ നിന്നൊക്കെ ആളെ പിരിച്ചുവിടുക എന്ന്, ഡിസോൾവ് ചെയ്തു എന്നൊക്കെ പറയാം, പിരിച്ചുവിട്ടു എന്നൊക്കെ പറയും. അതുപോലെ തന്നെ റിപ്പീൽ ചെയ്യുക എന്ന് പറയുമ്പോൾ ക്യാൻസൽ ചെയ്യുക എന്നൊരു അർത്ഥമുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ വാക്കുകളുടെ അർത്ഥമാണ് ഡിസോൾവിന് പല അർത്ഥങ്ങളുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ട് പറയാം എസ്റ്റാബ്ലിഷ് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഡിസ്മിസ് ചെയ്യാനൊക്കെ ജോയിൻ ചെയ്യുക, യുണൈറ്റ് ചെയ്യുക എന്നൊക്കെ പറയാം. അതേപോലെ നമ്മുടെ ക്യാൻസൽ റിപ്പീൽ ചെയ്യുന്നതിനൊക്കെ ഓപ്പോസിറ്റ് ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നൊക്കെ പറയാം. അപ്പോൾ ഓർത്ത് വെച്ചോണം, നമ്മുടെ എന്താ പറയുക, ഈ ഡിസോൾവ് എന്ന വാക്കിൻ്റെ ആൻറ്റണിംസ് ആണ് കേട്ടോ യുണൈറ്റ്, ജോയിൻ അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് എന്നൊക്കെ വാക്കുകളൊക്കെ വരുന്നത്. അതേപോലെ നമ്മളൊരു കാര്യത്തിനെ നമ്മൾ ഡിഫ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതിനെ കണ്ടൻസ് ചെയ്യുന്നുള്ള അർത്ഥമുണ്ട്. കെമിസ്ട്രിയിലൊക്കെ പറയില്ലേ കണ്ടൻസ് ചെയ്യാന്നുള്ള അർത്ഥമാണ് ഡിസോൾവിൻ്റെ മറ്റൊരു അർത്ഥം. ഈ കെമിക്കൽ രീതിയിൽ അർത്ഥം വരുമ്പോൾ ഈ ഒരു അർത്ഥം വരും. പിന്നെ അടുത്തത് ഇൻറ്ററിം ആണ്. നൗണായിട്ടും അഡ്ജക്റ്റീവായിട്ടും ഒരേപോലെ ഉപയോഗിക്കാം. ഇൻറ്ററിം എന്ന് പറഞ്ഞാൽ മീൻ ടൈം അല്ലെങ്കിൽ ഇൻ്റർവെൽ. അപ്പോൾ ഇൻറ്ററിം എന്ന് പറഞ്ഞാൽ ടെമ്പററി അല്ലെങ്കിൽ പ്രൊവിഷണൽ എന്ന് പറയും. ഇൻറ്ററിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്ജക്റ്റീവായിട്ട് വരുമ്പോൾ അതിന് ടെമ്പററി അല്ലെങ്കിൽ പ്രൊവിഷണൽ എന്ന അർത്ഥമുണ്ട്. തൽക്കാലത്തേക്ക് ടെമ്പററി ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയും. അതാണ് ഇൻറ്ററിം എന്ന് പറയും. ഇൻറ്ററിം ചീഫ് മിനിസ്റ്റർ, ഇൻറ്ററിം പ്രൈം മിനിസ്റ്റർ എന്നൊക്കെ പറയില്ലേ അത്. അപ്പം ആൻറ്റണിമായിട്ട് വരുമ്പോൾ കണ്ടിന്യൂവേഷൻ, ഇൻ്റർവെല്ലിൻ്റെ ഓപ്പോസിറ്റ് ആണ് കണ്ടിന്യൂവേഷൻ. അതിൻ്റെ നമ്മുടെ പ്രൊഫഷണൽ അല്ലെങ്കിൽ ടെമ്പററിൻ്റെ ഓപ്പോസിറ്റ് ആണ് പെർമനൻറ്റ് അല്ലെങ്കിൽ ഫിക്സ്ഡ്, ലോങ് ടേം എന്നൊക്കെ പറയാം കേട്ടോ. ലോങ് ടേം പറയാം, ഫിക്സ്ഡ് പറയാം, ഇതൊക്കെ അതിൻ്റെ ഓപ്പോസിറ്റ് വരും കേട്ടോ. ലോങ് ടേം, ഫിക്സ്ഡ് ഒക്കെ തൽക്കാലത്തേക്കല്ലേ പ്രൊഫഷണൽ എന്ന് പറയുന്നത്. അപ്പോൾ ലോങ് ടേം എന്ന് പറയുമ്പോൾ കുറേ കാലത്തേക്കുള്ളത്. അപ്പോൾ ഓർത്ത് വെച്ചോണം, അതാണ് അതിൻ്റെ ആൻറ്റണിംസ് ആയിട്ട് ഇൻ്ററിമിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന വാക്കുകൾ. നോട്ട് ചെയ്ത് വെച്ചോണേ. ഓക്കെ, clear I guess. His intent was quite conspicuous while thwarting her from doing the crime. That's great. He rails her up for thwarting from entering the home. That's great. She thwarts her from social media attack. Okay. He thwarted me by dissenting my intent. All right. Don't build your future with misappropriation. അതെ, അനാവശ്യമായി പൈസ കൈകാര്യം ചെയ്യേണ്ട. സിനിമയായിട്ട് ബ്രൈബറി പറയില്ലടാ. ബ്രൈബറി എന്ന് പറയുന്നത് ഇല്ല, പൈസ അനാവശ്യമായിട്ടുള്ള കൈകാര്യം ചെയ്യലും അനാവശ്യമായിട്ട് ഉപയോഗത്തിനെയാണ് നമ്മൾ പറയുന്നത്. ബ്രൈബറി പറയില്ല. പിന്നെ ഒരു ഡിസ്റ്റൻസ് സിനിമയായിട്ട് വേണം പറയാം, അത്രേ ഉള്ളൂ. ഇറ്റ് ഈസ് ഇമ്പറേറ്റീവ് ടു ഇൻട്രൊഡ്യൂസ് ദർ ഇൻറ്ററിം ചെയർമാൻ ബിഫോർ ദ ഇലക്ഷൻ. ദാറ്റ്സ് ഗ്രേറ്റ്. അടുത്ത സെറ്റിലോട്ട് പോകാലോ. ഫോർമിഡബിൾ, നമ്മൾ ഒരുപാട് കേട്ട് പരിചയമുള്ള വാക്കാണ് ഫോർമിഡബിൾ. ഫോർമിഡബിൾ എന്ന് പേടിപ്പെടുത്തുന്ന, ഇൻറ്റിമിഡേറ്റിംഗ്, ഫോർബിഡിങ്, ഡോണ്ടിങ് എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വരുമ്പോൾ കംഫർട്ടിങ്, ഈസി ആയിട്ടുള്ള, പ്ലസൻ്റ് ആയിട്ടുള്ള എന്നൊക്കെ പറയാം. ഫോർമിഡബിൾ എന്ന് പറയുന്നത് ഇൻറ്റിമിഡേറ്റിംഗ്, ഫോർബിഡിങ്, ഡോണ്ടിങ് എന്നൊക്കെയാണ് ഓർത്ത് വെച്ചോണേ. അതുപോലെ അടുത്ത് പെർസ്യൂ ചെയ്യുക. പെർസ്യൂട്ട് അറിയാലോ. പെർസ്യൂട്ട് എന്ന് പറയുന്ന നൗണിൻ്റെ വെർബ് ഫോർമുലേഷനാണ് പെർസ്യൂട്ട്. പെർസ്യൂട്ടാണ് നൗൺ ഫോർമുലേഷൻ. പെർസ്യൂട്ട് നൗണ്, പെർസ്യൂ എന്ന് പറയുന്ന വേർബ്. അപ്പോൾ പെർസ്യൂ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക, ചേസ് ചെയ്യുക, ഗോ ആഫ്റ്റർ ചെയ്യുക എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ കണ്ടിന്യൂ പ്രൊസീഡ് എന്നൊക്കെ പറയും. അപ്പോൾ അതിൻ്റെ ആൻറ്റണിംസ് ആയിട്ട് വരുന്നതാണ് അവോയ്ഡ് ചെയ്യുക, ഫ്ലീ ചെയ്യുക അല്ലേ, എസ്കേപ്പ് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക, ഫ്ലീ ചെയ്യുക, ഹൈഡ് ചെയ്യുക, ഇഗ്നോർ ചെയ്യുക എന്നൊക്കെ പെർസ്യൂവിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന വാക്കുകളാണ്. അടുത്ത ഓസ്റ്റ്. ഓസ്റ്റിൻ്റെ നൗണ് ഞാൻ ഓസ്റ്റർ പറഞ്ഞായിരുന്നു, പുറത്താക്കൽ. ഓസ്റ്റർ നൗണ. ഓസ്റ്റ് എന്ന് പറയുന്ന വേർബാണ്. ഓസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡ്രൈവ് ഔട്ട് ചെയ്യുക, എക്സ്പെൽ ചെയ്യുക, റിമൂവ് ചെയ്യുക, ഇജക്റ്റ് ചെയ്യുക, ഓവർത്രോ ചെയ്യുക, പുറത്താക്കുക. അപ്പോൾ പുറത്താക്കുന്നവരെ ടേക്ക് ചെയ്യുക, റിസീവ് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക, അഡ്മിറ്റ് ചെയ്യുക എന്നൊക്കെ ആൻറ്റണിം വരും കേട്ടോ. ഓസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ് നൗൺ ഫോർമുലേഷൻ ആണ് കേട്ടോ. ഓസ്റ്റർ നൗൺ ഫോർമുലേഷൻ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത്, കഴിഞ്ഞ ആഴ്ച ഡിസ്കസ് ചെയ്തത് വാക്കാത് ഓസ്റ്റർ എന്ന വാക്ക്. അത് മറക്കണ്ട കേട്ടോ. നോക്കട്ടെ. ഓക്കെ. The company decided to dissolve the interim employees next week. Misappropriation of government fund affected the salary hike of government employees. Could you help me dissolving the liquid? That's great. The meeting dissolved due to heavy rain. Meeting weren't dissolved alla. The meeting is dissolved. അല്ലെങ്കിൽ was dissolved. കൊടുക്കണം. കാര്യം പാസിവൈസേഷൻ കൊടുക്കണം കേട്ടോ ലക്ഷ്മി, എന്നാലേ കറക്റ്റ് ആവുള്ളൂ. ഡിസ്ബാൻഡ് ചെയ്യപ്പെട്ടു, ക്യാൻസൽ ചെയ്യപ്പെട്ടു എന്ന് വേണ്ട, പാസിവൈസേഷൻ വേണം. ഡോണ്ട് മേക്ക് ഇറ്റ് മിസ്അപ്രോപ്രിയേഷൻ. ഓക്കെ, ഡോണ്ട് മേക്ക് ഇറ്റ് മിസ്അപ്രോപ്രിയേഷൻ അല്ല, ഡോണ്ട് മേക്ക് മിസ്അപ്രോപ്രിയേഷൻ. ഇറ്റ് വേണ്ട അവിടെ. Jawaharlal Nehru lead the
interim government created before India's independence. Lead അല്ല led, past tense led, led ട്ടോ. School dissolved due to strike. School dissolve അല്ല, school is dissolved, school is disbanded, school is cancelled അല്ലേ. School is dissolved കൊടുക്കുക, is dissolved due to strike എന്ന് കൊടുക്കുക. ഓക്കെ, അടുത്ത സെറ്റ് ആൻഡ് ലാസ്റ്റ് സെറ്റ് ലിറ്റനി. ലിറ്റനിക്ക് ഓപ്പോസിറ്റ് ഇവിടെ ഇല്ല കേട്ടോ. ലിറ്റനി എന്ന വാക്ക് നമ്മൾ പഠിച്ചു വെച്ചോ. ലിറ്റനി എന്നൊരു വാക്കിനകത്ത് പ്രയർ, ഇൻവൊക്കേഷൻ അല്ലേ, അല്ലെങ്കിൽ റിസൈറ്റൽ, എന്യൂമറേഷൻ. നമ്മളൊരു കവിതയൊക്കെ നമ്മൾ ചൊല്ലുന്നതിനെ, റിസൈറ്റലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലിറ്റനി എന്ന് പറയും. ലിറ്റനി ആ വാക്കിന് ഓപ്പോസിറ്റ് ഇല്ല കേട്ടോ. പ്രയർ, ഇൻവൊക്കേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ റിസൈറ്റൽ, എന്യൂമറേഷൻ എന്നൊക്കെ നമുക്ക് ലിറ്റനി എന്ന വാക്കിന് പറയാം കേട്ടോ. അടുത്ത വാക്ക് ഓഗർ ആണ്. ഓഗർ ചെയ്യാൻ നൗൺ ഉണ്ട്, വേർബ് ഉണ്ട്. ഓഗർ സിയർ അല്ലെങ്കിൽ വിഷണറി ആണ്. മുൻകൂട്ടി ഒരു കാര്യം കാണുന്ന ഒരാൾ നമുക്ക് ഓഗർ എന്ന് പറയും. ഹീസ് എൻ ഓഗർ എന്ന് പറഞ്ഞാൽ പുള്ളി ഒരു വിഷണറി ആണെന്നൊക്കെ പറയാം. മുൻകൂട്ടി ഒരു കാര്യം കാണാൻ കഴിവുള്ള മനുഷ്യൻ. അപ്പോൾ ഓഗർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ബോഡിയ അല്ലെ പോട്ടൻഡിയ, ഹെറാൾഡിയ. അത് നേരത്തെ ഒരു കാര്യം എന്താ പറയുക, പ്രവചിക്കില്ലേ, ബോഡിയ അല്ലെങ്കിൽ ഹെറാൾഡിയ, സിഗ്നൽ ചെയ്യുക എന്നുള്ളതിനൊക്കെ നമുക്ക് ഓഗർ ചെയ്യുക എന്ന് പറയാം. ആന്റണിയുമായിട്ട് വരുമ്പോൾ അഷ്യൂർ ചെയ്യുക, ഡിറ്റർമിൻ ചെയ്യുക, പ്രൂവ് ചെയ്യുക, റിപ്പോർട്ട് ചെയ്യുക, ഉറപ്പിക്കുന്ന, ഉറപ്പിച്ചൊരു കാര്യം പറയുന്നതിന്, അത് മുൻകൂട്ടി പറയുന്നല്ലേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യം ഉറപ്പ് വരുത്തുന്നതിന്, അഷ്യൂർ ചെയ്യുന്നതിന്, അല്ലെങ്കിൽ ഡിറ്റർമിൻ ചെയ്യുക, റിപ്പോർട്ട് ചെയ്യുക, പ്രൂവ് ചെയ്യുന്നതിനൊക്കെയാണ് അതിൻ്റെ ആന്റണിയുമായിട്ട് നമ്മൾ പറയുന്നത്. ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കാം. ഹി ഓസ്റ്റഡ് ഫ്രം ദ കമ്പനി ഫോർ സ്ലീപ്പിംഗ് ഡ്യൂറിങ്. ഹി ഓസ്റ്റഡ് ഫ്രം ദ കമ്പനി ആണോ? ഹി വാസ് ഓസ്റ്റഡ്, അവൻ പുറത്താക്കപ്പെട്ടു അല്ലേ ഷഹാന. അപ്പൊ ഹി വാസ് ഓസ്റ്റഡ് ഫ്രം ദ കമ്പനി. പാസിവൈസേഷൻ കൊടുത്തേ. pursue your aim whatever happens in life. Okay. Okay. The doctor ousted the student for not, the teacher ousted the student for not doing homework. That's great. She always liked to pursue her father's way. That's great. Police arrested likes alle. Okay, that's correct. Police arrested the assailant after pursuing him for a long term and sent to the gaol. Okay. He ousted from the service. He ousted from the Allah Pravina. He was ousted from, അല്ലെങ്കിൽ he is ousted from. കേട്ടോ, അവൻ ഓസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ ആരോ അവനെ പുറത്താക്കിയെന്നത് പാസിവൈസേഷൻ കൊടുക്കണം കേട്ടോ. ആൻഡ് ഹി ഹാഡ് കോട്ട് ഇൻ ബ്രൈബ് കേസ് അല്ല, ബ്രൈബറി കേസ്. ബ്രൈബ് കേസ് അല്ല, ബ്രൈബറി കേസ്. ഡോക്ടർ BR Ambedkar was a great augur. Yes, he was a visionary. Misappropriation is one of the tactics of some politicians. Yes. അപ്പോൾ സെറ്റാണല്ലോ. ഇതാണ് നമ്മുടെ വേർഡ്സ് കേട്ടോ. ദീസ് ആർ ദ വേർഡ്സ്. നമ്മൾ നേരെ നമ്മുടെ ആർട്ടിക്കിളോട്ട് പോകാം. സമയമായി, നമുക്ക് ആർട്ടിക്കിളോട്ട് പോകാം. അപ്പം ഇതാണ് നമ്മുടെ വൊക്കാബുലറി. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. മനസ്സിലായെങ്കിൽ എല്ലാവരും ഒരു തംസ് അപ്പ് ഇടുക. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. ഷോ മി സം ലവ് ആൻഡ് സപ്പോർട്ട് ആൻഡ് ഷെയർ ഇറ്റ് മാക്സിമം. അതുപോലെ നമ്മുടെ കോഴ്സുകളുടെ കാര്യം അറിയാലോ. നമുക്ക് റെയിൽവേയുടെ 4ാമത്തെ ബാച്ചുണ്ട്. SSCയുടെ ക്ലാസ്സുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ SBI POയുടെ ക്ലർക്കിൻ്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. NSCLൻ്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഉണ്ട്. നമ്മുടെ ക്ലാസ്സുകൾ ഉടനെ ലൈവ് ആരംഭിക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യുക. നമ്മുടെ കോഴ്സ് നമുക്ക് ആപ്പ് വഴി പർച്ചേസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ Adda247 മലയാളം എന്ന വെബ്സൈറ്റ് എടുത്താൽ നിങ്ങൾക്ക് നേരെ കാണാൻ പറ്റും കേട്ടോ. ക്ലാസ്സുകൾ കാണാൻ പറ്റും. Y314 എന്ന കോഡ് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ടോടുകൂടി ക്ലാസ്സിൽ കയറാം. അത് മറക്കണ്ട. നമുക്ക് നേരെ നമ്മുടെ ആർട്ടിക്കിളിലോട്ട് പോകാം. ആർട്ടിക്കിൾ സൂപ്പർ കണ്ടക്റ്റിംഗ് ഹൈപ്പ്. അപ്പോൾ സൂപ്പർ കണ്ടക്ടിവിറ്റിയെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഈ സൂപ്പർ കണ്ടക്റ്റിംഗ് ഹൈപ്പിനെ പറ്റിയാണ് പറയുന്നത്. ഈ ഒരു ഹൈപ്പ്, ഇപ്പോഴത്തെ ഒരു ഹൈപ്പിനെ പറ്റി. അപ്പം നോക്കാം. ഇൻഡിപെൻഡന്റ് വെരിഫിക്കേഷൻ ഈസ് ക്രൂഷ്യൽ ഓൺ ക്ലെയിംസ് അബൌട്ട് ന്യൂ മെറ്റീരിയൽ. പുതിയൊരു മെറ്റീരിയൽ കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇൻഡിപെൻഡന്റ് വെരിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ. വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വെരിഫിക്കേഷൻ നടത്തണം. അത് വളരെ ക്രൂഷ്യൽ ആയിട്ടൊരു കാര്യമാണ് പുതിയ കാര്യത്തിൻ്റെ ഇൻവെൻഷനൊക്കെ വരുമ്പോൾ. എന്തെങ്കിലും ഒരു പുതിയ മെറ്റീരിയൽ നമ്മൾ ഇതിലോട്ട് വരുമ്പോൾ അതിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഇത് കൊണ്ടുവരണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം കേട്ടോ. അപ്പോൾ ലെറ്റ്സ് ഗിവ് ഇറ്റ് എ റീഡ്. നമുക്ക് വായിച്ചു നോക്കാം എന്താണ് ഇവിടെ. അൺലൈക്ക് മോസ്റ്റ് ഓഫ് ദ ഡെവലപ്മെന്റ്സ് ഇൻ ദ ഫീൽഡ് ഓഫ് കണ്ടൻസ്ഡ് മാറ്റർ physics, every new claim of room temperature superconductivity will monopolize headlines worldwide and kick up tremendous hype. Last month, researchers in South Korea announced via 2 preprint papers applauding the archive repository that they had found a material they called LK99 to be a superconductor at room temperature and ambient pressure. അപ്പോൾ മറ്റ് ഡെവലപ്മെൻറ്റ്സ്, അതർ ഡെവലപ്മെൻറ്റ്സിനെ അല്ലാതെ അതിനേക്കാൾ വ്യത്യസ്തമായിട്ട് നമ്മൾ കണ്ടൻസ് മാറ്റർ ഫിസിക്സിൽ ആ ഒരു ഫീൽഡ് ഏത് ഫീൽഡിലാണ് ഈ കണ്ടുപിടുത്തം വന്നേക്കുന്നത്? കണ്ടൻസ് മാറ്റർ ഫിസിക്സിൽ ഈ ഒരു ഫീൽഡ്, കണ്ടൻസ് മാറ്റർ ഫിസിക്സിലെ ഫീൽഡിൽ മറ്റ് കണ്ടുപിടുത്തങ്ങൾക്ക് വ്യത്യസ്തമായിട്ട്, അൺലൈക്ക് മറ്റ് കണ്ടുപിടുത്തങ്ങളെക്കാളും വ്യത്യസ്തമായിട്ട് ഒരു പുതിയ ക്ലെയിം നമ്മൾ കൊണ്ടുവരുമെന്ന് വിചാരിച്ചോ. എവറി ന്യൂ ക്ലെയിം ഓഫ് റൂം ടെമ്പറേച്ചർ കണ്ടക്ടിവിറ്റി. റൂം ടെമ്പറേച്ചർ കണ്ടക്ടിവിറ്റിയെ പറ്റിയുള്ള ഏതെങ്കിലും ഒരു പുതിയൊരു കണ്ടുപിടുത്തം നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ, ക്ലെയിം കൊണ്ടുവരികയാണെങ്കിൽ അത് മോണോപ്ലൈസ് ചെയ്യും ഹെഡ്ലൈൻസ് വേൾഡ് വൈഡ്. എല്ലാ ഹെഡ്ലൈൻസിൻ്റെ മുമ്പിൽ കൺട്രോൾ ചെയ്ത് ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഈ ഹെഡ്ലൈൻ ആയിരിക്കും. ആൻഡ് ഇറ്റ് കിക്ക് അപ്പ്
ഇറ്റ് ബിക്കം സ്ട്രോങ്ങർ ആയിട്ട്, ഭയങ്കര സ്ട്രോങ്ങർ ആയിട്ടുള്ള ഹൈപ്പ് കൊണ്ടുവരാൻ, ട്രമൻഡസ് ആയിട്ടുള്ള, ഭയങ്കര ഹ്യൂജ് ആയിട്ട് ട്രമൻഡസ് ആയിട്ടുള്ളൊരു ഹൈപ്പിനെ കിക്കപ്പ് ചെയ്യാൻ ഈ ഒരു ഹെഡ്ലൈനിന് പറ്റും. കാരണം അത്രമാത്രം എന്താ പറയുക, വിരളമായിട്ട് വളരെ റെയറായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞ സൂപ്പർ കണ്ടക്ടിവിറ്റി, അതും റൂം ടെമ്പറേച്ചർ സൂപ്പർ കണ്ടക്ടിവിറ്റിയുടെ ഫീൽഡിലേക്ക് ഒരു പുതിയ മാറ്ററൊക്കെ വരുന്നു എന്നൊക്കെ കണ്ടുപിടിച്ചു എന്നൊക്കെ പറയുമ്പോൾ. അപ്പം അതിനെപ്പറ്റി നമുക്ക് വായിച്ചു വിടാം. കഴിഞ്ഞ മന്തിൽ, ലാസ്റ്റ് മന്തിൽ ലേറ്റ് ആ ഒരു ഏറ്റവും അവസാനം ഒരു ഫേസ് ആയപ്പോഴേക്കും റിസർച്ചേഴ്സ്, സൗത്ത് കൊറിയയിലുള്ള റിസർച്ചേഴ്സ് എന്ത് ചെയ്തു, അവർ അനൗൺസ് ചെയ്തു ഞങ്ങളൊരു പുതിയ മാറ്ററിനെ ഡിസ്കവർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് അവരുടെ പ്രീപ്രിന്റ് പേപ്പേഴ്സ് അപ്ലോഡ് ചെയ്തു ആർക്കൈവ് റിപ്പോസിറ്ററിന്ന്. ആർക്കൈവ് എന്ന് പറയുന്നത് ഗ്രീക്ക് വാക്കാട്ടോ, ആർക്കൈവ് എന്ന് പറയുന്നത് ഗ്രീക്ക് വാക്ക്. ഇത് ആർക്കൈവ് റിപ്പോസിറ്ററിയിൽ നിന്ന് അവർ പറഞ്ഞു, അവർ പ്രീപ്രിന്റ് പേപ്പേഴ്സ് അനൗൺസ് ചെയ്തിട്ട് അതിൽ പറഞ്ഞിങ്ങനെയാണ് അവരുടെ മെറ്റീരിയൽ കണ്ടെത്തിയിട്ടുണ്ട്. ദേ ഫൗണ്ട് എ മെറ്റീരിയൽ, ആ മെറ്റീരിയലിന് അവർ പേരിട്ടേക്കുന്നത് LK99 എന്നാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ LK99 ഓർക്കണേ, ഇത് പുതിയൊരു ഡിസ്കവറിയെ പറ്റിയാണ് പറയുന്നത്. ഇതൊരു സൂപ്പർ കണ്ടക്ടർ ആണ് എന്ന് പറയുന്നു. ആ സൂപ്പർ കണ്ടക്ടറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് റൂം ടെമ്പറേച്ചറിലും അതുപോലെ തന്നെ ആംബിയൻ പ്രഷറിലും, അതായത് ചുറ്റുവട്ടത്തുള്ള ഏതോ ഇമീഡിയറ്റ് സർവീസ് ചുറ്റുവട്ടത്തുള്ള ഏത് പ്രഷറിന്റെ സ്ഥലത്തും സൂപ്പർ കണ്ടക്ടിവിറ്റിക്ക് പറ്റും. അതായത് അതിന് എന്ത് ചെയ്യാൻ പറ്റും, കറണ്ടിനെ കണ്ടക്ട് ചെയ്യാൻ പറ്റും, അല്ലെ ഡയറക്റ്റ് ഇലക്ട്രിക് കറണ്ടിനെ കണ്ടക്ട് ചെയ്യാൻ പറ്റും വിത്തൗട്ട് എനി റെസിസ്റ്റൻസ്. സീറോ റെസിസ്റ്റൻസിന്റെ സമയത്തും അവർക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റും, ഇലക്ട്രിക് കറണ്ട് ഡയറക്റ്റ് കറണ്ടിനെ കണ്ടക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ പറയുന്ന സൂപ്പർ കണ്ടക്ടേഴ്സിന്റെ പ്രത്യേകത. അതിന് അവർ പേരിട്ടു LK99 എന്ന് പേരിട്ടു. ദാറ്റ് ഈസ് ദോസ് കണ്ടക്ടിങ് എബിലിറ്റീസ് ക്യാൻ ബി എക്സ്പ്ലെയിൻ ബൈ ബാർഡീൻ കോപ്പർ ഷിഫർ തിയറി. ഇത് നിങ്ങൾക്ക് ഈ തിയറി എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് നോക്കിയാൽ മതി. എന്താണെന്നുള്ളത് എക്സാമിന് ചോദിച്ചാൽ നിങ്ങൾ അറിഞ്ഞിരിക്കും. ഈ സൂപ്പർ കണ്ടക്ടർ ഏത് തിയറിയുടെ ബേസിസിലാണെന്ന് പറഞ്ഞാൽ ബാർഡീൻ കൂപ്പർ ഷ്രീഫർ തിയറിയുടെ ബേസിസിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഫിനോമിനനാണ് ഈ പറഞ്ഞ സൂപ്പർ കണ്ടക്ടിങ് എബിലിറ്റി. ഈ സൂപ്പർ കണ്ടക്ടിങ് എബിലിറ്റിയെ എക്സ്പ്ലെയിൻ ചെയ്ത തിയറിയാണ് ബാർഡീൻ കൂപ്പർ ഷ്രീഫർ തിയറി എന്ന് പറയുന്നത്. ആ തിയറി എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, are distinguished by 4 features. ഈ തിയറി പറയുന്നത് നമുക്കൊരു മാറ്ററിന്റെ സൂപ്പർ കണ്ടക്ടിങ് എബിലിറ്റി കണ്ടുപിടിക്കാൻ 4 ഫീച്ചേഴ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. വൺ ഓഫ് വിച്ച് ഹാസ് ഇംപ്ലിക്കേഷൻസ് ഫോർ, അതിൽ ഒരു ഫീച്ചറിന്റെ ഇംപ്ലിക്കേഷൻസ് ഏതൊക്കെയാണെന്നറിയോ, ഫോർ ഇൻഡസ്ട്രിയൽ റിസർച്ച് ആൻഡ് ഡയഗ്നോസ്റ്റിക്. അപ്പം ഈ ഒരു തിയറി ഒരു ഫീച്ചറിൽ പറയുന്നതാണ് ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ റിസർച്ച് ആൻഡ് ഡയഗ്നോസ്റ്റിക് ആപ്ലിക്കേഷൻസിൽ. ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ, റിസർച്ച് ആപ്ലിക്കേഷൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് ആപ്ലിക്കേഷനാണ് പറയുന്നത്, ഡയഗ്നോസിസ് ചെയ്യാൻ, ഒരു രോഗമൊക്കെ ഡയഗ്നോസ് ചെയ്ത് കണ്ടെത്തലിന് വേണ്ടിയിട്ടുള്ള അപ്ലയൻസിക്കേഷൻസിൽ ദാറ്റ് ആർ ഇമ്പോസിബിൾ ടു ഓവർ സ്റ്റേറ്റ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ഒരു സൂപ്പർ കണ്ടക്ടറിനെ നമുക്ക് ഒരിക്കലും എന്താ പറയുക ഓവർ സ്റ്റേറ്റ് ചെയ്യാം, എക്സാജറേറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റില്ലാത്ത ഒരാളാണെന്ന് നമ്മുടെ ആ തിയറി തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ദേ ക്യാൻ ട്രാൻസ്പോർട്ട് ആൻഡ് ഇലക്ട്രിക് കറണ്ട് വിത്ത് സീറോ റെസിസ്റ്റൻസ് വെച്ചിട്ട്, സീറോ ലോസ് വെച്ചിട്ട് ഇലക്ട്രിക് കറണ്ടിനെ ഡയറക്റ്റ് ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഈ സൂപ്പർ കണ്ടക്ടേഴ്സിന്റെ ഒരു പ്രത്യേകത എന്നാണ് ഈ ഒരു തിയറിയിൽ പറയുന്നത്. സയന്റിസ്റ്റ് ഹാവ് ബീൻ ലുക്കിംഗ് ഫോർ എ മെറ്റീരിയൽ ദാറ്റ് ക്യാൻ സൂപ്പർ കണ്ടക്ട് വിതൗട്ട് ഹാവിംഗ് ടു ബി കൂൾഡ് ടു വെരി ലോവർ ടെമ്പറേച്ചേഴ്സ് ആൻഡ് വിച്ച് ഡസ് നോട്ട് റിക്വയർ അപ്ലിക്കേഷൻ ഓഫ് എക്സ്ട്രീം പ്രഷർ കൊടുക്കാതെയും അതുപോലെ തന്നെ ഒരുപാട് കൂൾ ചെയ്തിട്ട് ഇതിനെ ഒരുപാട് കൂൾ ചെയ്ത് ലോവർ ടെമ്പറേച്ചറിലോട്ട് ആക്കിയിട്ട് പിന്നെ നമ്മൾ കൺവേർട്ട് ചെയ്യാണ്, ഇലക്ട്രിക് കറണ്ടിനെ കൺവേർട്ട് ചെയ്യാതിരിക്കാനുള്ള ഒരു മാർഗ്ഗം ഇങ്ങനെ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു സയന്റിസ്റ്റുകളെല്ലാവരും. അപ്പോൾ സയന്റിസ്റ്റ് ലോകത്തിനൊരു സന്തോഷ വാർത്തയായിട്ടാണ് ഈ പറയുന്ന സൂപ്പർ കണ്ടക്ടർ വന്നേക്കുന്നത്, LK99 വന്നേക്കുന്നത്. അക്കോർഡിംഗ് ടു ദ ന്യൂ ക്ലെയിം, ഈ ഒരു പുതിയ ക്ലെയിം അനുസരിച്ച് പറയുന്നത് LK99 എന്ന് പറയുന്ന മാറ്റർ ഫിറ്റ്സബിൾ, ഇറ്റ് ഈസ് സൂട്ടബിൾ ഫോർ ദ പേർപ്പസ്. അപ്പോൾ ഇത് ഫിറ്റ്സബിൾ എന്ന് പറയുന്നു, ഇത് പറ്റിയ സംഭവമാണ് LK99 എന്ന് പറയുന്നു. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളുടെ എല്ലാതുമായിട്ട് യോജിച്ച് നിൽക്കുന്ന ഒരു സംഭവമാണ് LK99 എന്ന് പറയുന്നു. ഇറ്റ് ഈസ് കോപ്പർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ലെഡ് അപ്പറ്റൈറ്റ് ആണ്. ഇത് ഒരു കോപ്പർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള ലെഡ് അപ്പറ്റൈറ്റ്. അപ്പറ്റൈറ്റിന്റെ വ്യത്യാസം പേരെന്താണെന്ന് നിങ്ങൾക്കറിയാം, ഫോസ്ഫറസ് ആയിട്ടുള്ള ഇതെല്ലാം കൂടെ ഷൈനിങ് ആയിട്ടൊരു കാര്യമുണ്ട്, അതിൻ്റെ പെയിൽ ഗ്രീൻ കളറൊക്കെ ഉള്ള സാധനമാണ്. അത് നിങ്ങൾ ടൈപ്പ് ചെയ്തൊക്കെ നോക്കിയാൽ ഗൂഗിളിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പറ്റൈറ്റ് എന്താണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കോപ്പർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ലെഡ് അപ്പറ്റൈറ്റ് ആണിത്. വൈൽ ദർ ഹാവ് ബീൻ ക്വൈറ്റ് എ ഫ്യൂ ക്ലെയിംസ് ഇൻ ദ ലാസ്റ്റ് സെഞ്ചുറി ഓഫ് സയൻസ് ഹാവിംഗ് ഡിസ്കവേർഡ് റൂം ടെമ്പറേച്ചേഴ്സ് സൂപ്പർ കണ്ടക്ടേഴ്സ്, LK99 has triggered more excitement, presumably because the group's preprint papers are free to access, include some data pointing in the right direction and contain instructions to synthesize it and test its properties. ഏറ്റവും വലിയ സന്തോഷകരമായ ന്യൂസ് എന്ന് വെച്ചാൽ കുറച്ച് വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ ഈ സെഞ്ചുറി ആയിട്ട് നമ്മൾ കുറേ നാളായിട്ട് സയന്റിസ്റ്റുകൾ പറയുന്നുണ്ട് ഞങ്ങളൊരു പുതിയ റൂം ടെമ്പറേച്ചർ കാര്യം സെമി കണ്ടക്ടർ കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുന്നുണ്ട്. ഒരു പറച്ചിൽ മാത്രം ഉണ്ടായിരുന്നുള്ളൂ, ഇതുവരെ ആ സാധനത്തിന്റെ ഒരു റിവീൽ ചെയ്യപ്പെട്ടിട്ടില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് LK99 ഇങ്ങോട്ട് മുന്നോട്ട് വരുന്നു. അപ്പോൾ LK99 വന്നപ്പോൾ ഒരുപാട് പേർക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് കൊണ്ടുവന്നു. മാത്രമല്ല ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ഇവർ പബ്ലിഷ് ചെയ്ത പേപ്പേഴ്സിൽ
JAIIBPSലെ പ്രീപ്രിന്റ് പേപ്പേഴ്സ് ഭയങ്കര ഫ്രീ ആണ്, നോളജ് ഭയങ്കര ആക്സസിബിൾ ആക്കും, നമുക്ക് ഫ്രീ ടു ആക്സസ് ആണ്. വേണം നമുക്ക് അതിന് ഡേറ്റ പോയിന്റേഴ്സ് നമുക്ക് നോക്കി അനലൈസ് ചെയ്ത് നോക്കാം, അത് വളരെ റൈറ്റ് ഡയറക്ഷനിൽ പോകുന്ന ഡേറ്റ പോയിന്റേഴ്സ് ആണ്. മാത്രമല്ല അത് കുറെ ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞിട്ടുണ്ട്, എങ്ങനെ ഇത് സിന്തസൈസ് ചെയ്യാമെന്നും എങ്ങനെ ഇതിന്റെ പ്രോപ്പർട്ടീസ് ടെസ്റ്റ് ചെയ്യാന്നൊക്കെയുള്ള ഇൻഫർമേഷൻ ഒക്കെ കറക്റ്റ് ആയിട്ട് കൊടുത്ത് വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഒരു പേപ്പർ പ്രിന്റ് ചെയ്ത് അവർ പബ്ലിഷ് ചെയ്തിട്ടുമുണ്ട് സൗത്ത് കൊറിയക്കാർ. അപ്പം അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വളരെ മോട്ടിവേറ്റഡ് എക്സൈറ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എല്ലാ സയന്റിസ്റ്റുകളുടെ മുന്നിലോട്ട്. അപ്പോൾ ഇനി നമുക്ക് അതിന്റെ മെയിൻ ആയിട്ടുള്ള ബാക്കി കാര്യങ്ങളെ പറ്റി ഒരു ഇത് നടക്കുമ്പോൾ ഒരു എന്താ പറയുക ഡിസ്കവറി അല്ലെങ്കിൽ ഒരു ഇൻവെൻഷൻ നടക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റി നമുക്ക് പറയാം. ഇനി കോയിൻസിഡന്റൽ ഐറണി, വളരെ കോയിൻസിഡന്റ് ആയിട്ടുള്ള ഐറണി, അതിന്റെ സർക്കാസമായിട്ട് വൈരുദ്ധ്യമായിട്ട് നമുക്ക് പറയാം. അപ്പറ്റൈറ്റ് ഇസ് ഡിറൈവ് ഫ്രം ഗ്രീക്ക് ടു ഡിസീവ്. അപ്പറ്റൈറ്റ് എന്ന വാക്കിന്റെ അർത്ഥം എന്നാണെന്നറിയോ? അപ്പറ്റൈറ്റ് എന്ന വാക്ക് കണ്ടുപിടിക്കപ്പെട്ടത് ഗ്രീക്ക് പദമാണ്, അതൊരു ഗ്രീക്ക് പദം. അതിന്റെ അർത്ഥം ഇതാണ്, ടു ഡിസീവ് എന്നാണ് അപ്പറ്റൈറ്റ് എന്ന വാക്കിന്റെ അർത്ഥം. ഗ്രീക്ക് പദമാണ് ഒന്ന്, മാത്രം അതിന്റെ അർത്ഥം ഡിസീവ് ചെയ്യുക, കബളിപ്പിക്കുക എന്നാണ് അർത്ഥം. അപ്പൊ അത് വളരെ ഐറോണിക്കൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിപ്പോയി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് all the claims of scientists having found a room temperature and ambient pressure superconductor so far have failed to withstand independent scrutiny. ഇതുവരെയുള്ള ക്ലെയിമുകൾ ഏതൊക്കെ സയന്റിസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ പുതിയൊരു റൂം ടെമ്പറേച്ചർ അതുപോലെ ആംബിയന്റ് പ്രഷറിലുള്ള സൂപ്പർ കണ്ടക്ടർ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന എല്ലാ സയന്റിസ്റ്റുകൾക്കും ഫെയിൽ ചെയ്തു. എന്താ പറയുക, ഇൻഡിപെൻഡന്റ് സ്ക്രൂട്ടനി നടത്തിയപ്പോൾ, അത് കെയർഫുൾ എക്സാമിനേഷൻ നടത്തിയപ്പോൾ അവർക്കത് റെസിസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല, വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. അത് റെസിസ്റ്റ് ചെയ്യുന്നതിന് പകരം അവർ തകർന്നു പോയി. അങ്ങനെ എല്ലാം പ്രൂഫ് ഇല്ലാതെ എന്താ പറയുക ഇതുവരെയുള്ള ക്ലെയിംസ് ഒക്കെ അങ്ങനെ പോയിരിക്കുക. ഇതുവരെ അത് സംഭവിച്ചിട്ടുള്ള. പക്ഷേ ഇനി സൗത്ത് കൊറിയയുടെ എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. റൂം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ സെമി കണ്ടക്ടർ ഈസ് എൻ ഇമ്മൻസ്ലി വാല്യുബിൾ തിങ്. വളരെ വാല്യുബിൾ ആയിട്ടൊരു സാധനമാണ് ഈ പറഞ്ഞ പ്രഷർ അതുപോലെ റൂം ടെമ്പറേച്ചർ ആൻഡ് റൂം പ്രഷറിലുള്ള സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. അറ്റാച്ച് ടു സിഗ്നിഫിക്കൻറ്റ് മെറ്റീരിയൽ ആസ് വെൽ ആസ് സയന്റിഫിക് പ്രസ്റ്റീജ്. നമ്മുടെ സയന്റിഫിക് പ്രസ്റ്റീജ് ഉണ്ട്, നമുക്ക് സയന്റിഫിക് ലോകത്തിന് തന്നെ ഒരു റെപ്യൂട്ടേഷൻ കൊണ്ടുവന്നൊരു സാധനമാണ് ഈ പറയുന്ന പ്രഷർ, റൂം ടെമ്പറേച്ചർ, റൂം പ്രഷർ, സെമി കണ്ടക്ടർ അല്ലെങ്കിൽ സൂപ്പർ കണ്ടക്ടർ എന്ന് പറയുന്നത്. ഭയങ്കര സെമി കണ്ടക്ടർ, സൂപ്പർ കണ്ടക്ടർ. ദിസ് കുഡ് പ്രോംപ്റ്റ് സയന്റിസ്റ്റ് ടു റഷ് ടു പബ്ലിഷ് ദ റിസൾട്ട്സ്. ഏത് സയന്റിസ്റ്റിനും അത് പബ്ലിഷ് ചെയ്യാൻ ഭയങ്കര ധൃതിയായിരിക്കും, കാരണം ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു പബ്ലിഷ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിന് വലിയൊരു പേര് തന്നെയാണ്. ബിഫോർ പ്രോപ്പർ ഡേറ്റ വെരിഫിക്കേഷൻ. അപ്പോൾ പ്രോപ്പർ ഡേറ്റ വെരിഫിക്കേഷൻ ഇല്ലാതെ ചാടിക്കേറി പബ്ലിഷ് ചെയ്യാനുള്ളൊരു ത്വര എല്ലാ സയന്റിസ്റ്റുകൾക്കും കൂടും. ഇങ്ങനൊരു കാര്യം സൂപ്പർ കണ്ടക്ടർ എന്നൊക്കെ പറഞ്ഞാൽ വളരെ റയറസ്റ്റ് ആയിട്ട് ആൾക്കാർ കണ്ടുപിടിക്കാനുള്ള ചാൻസ് ഉള്ള സാധനമാണ്. അതുകൊണ്ട് അവിടെയാണ് നമുക്ക് ഇൻഡിപെൻഡന്റ് വെരിഫിക്കേഷൻ ഇമ്പോർട്ടൻസ് വരുന്നത്. ദസ് ഇൻഡിപെൻഡന്റ് വെരിഫിക്കേഷൻ ബൈ ക്വാളിഫൈഡ് സയന്റിസ്റ്റ് ബിക്കംസ് ക്രൂഷ്യൽ. അതുകൊണ്ട് തന്നെ ക്വാളിഫൈഡ് ഉള്ള സയന്റിസ്റ്റുകൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് വെരിഫിക്കേഷൻ നടത്തുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടൊരു കാര്യമാണ്. കാര്യം ഇൻഡിപെൻഡന്റ് വെരിഫിക്കേഷൻ ഇല്ലാതെ ഒരിക്കലും നമുക്ക് സയന്റിഫിക് ആയിട്ടൊരു കാര്യം പ്രൂവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ഫോർ വിച്ച് സൗത്ത് കൊറിയൻ ഗ്രൂപ്പ് മസ്റ്റ് ഷെയർ ഓൾ ദ ഡേറ്റ. അപ്പോൾ ഇവിടെ സൗത്ത് കൊറിയയാണല്ലോ കണ്ടുപിടിച്ചത്, അതുകൊണ്ട് തന്നെ സൗത്ത് കൊറിയൻ ഗ്രൂപ്പ് എന്ത് ചെയ്യണം, എല്ലാ ഡേറ്റയും ഷെയർ ചെയ്തിട്ട് ഇൻഫർമേഷൻ എല്ലാവരോട്ടും പാസ് ചെയ്യേണ്ട കാര്യം നിർബന്ധമായിട്ടും ഈ പറഞ്ഞ ക്വാളിഫൈഡ് സയന്റിസ്റ്റുകളോട്ട് അവർ പാസ് ഓൺ ചെയ്യണം. ചെക്കിംഗ് ഇഫ് എ മെറ്റീരിയൽ ഈസ് എ സൂപ്പർ കണ്ടക്ടർ ഈസ് ഡിഫിക്കൽട്ട്. അത് വേറൊരു വലിയൊരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഒരു മെറ്റീരിയൽ സൂപ്പർ കണ്ടക്ടർ ആണോ എന്ന് ചെക്ക് ചെയ്യുക ഭയങ്കര പ്രശ്നമുള്ള കാര്യം, ഭയങ്കര ഡിഫിക്കൽട്ടായ ടാസ്ക് ആണ്. ഇറ്റ്സ് എ ഹെർക്കൂലിയൻ ടാസ്ക് റിക്വയറിംഗ് സൊഫിസ്റ്റിക്കേറ്റഡ് എക്യുപ്മെന്റ്. ഭയങ്കര സൊഫിസ്റ്റിക്കേറ്റഡ് ആയ എക്യുപ്മെന്റ് നമുക്ക് വേണം, ആസ് വെൽ as ഇൻഫർമേഷൻ അബൌട്ട് ഹൗ പ്രിസൈസ്ലി ടു ക്രിയേറ്റ് ദ മെറ്റീരിയൽ ഇൻ ക്വസ്റ്റ്യൻ. ഇത് എത്ര പ്രിസൈസ് ആയിട്ട് ഈ മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ പറയുന്നത് ഭയങ്കര ഒരു കാര്യമാണ്. അപ്പോൾ ശരിക്കും നമുക്ക് ഭയങ്കര പ്രതിസന്ധിയിലുള്ള ഒരു കാര്യമാണ് ഈ പറയുന്ന സൂപ്പർ കണ്ടക്ടർ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക എന്നുള്ളതും അതുപോലെ ആ മെറ്റീരിയൽ വീണ്ടും ഒന്ന് പ്രിസൈസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഭയങ്കര ഒരു പാട് പിടിച്ച പണിയാണ്. ഫോർ another claim this year, മറ്റൊരു ക്ലെയിം ഈ ഇയറിൽ പറയുന്ന ഇതാണ്, of a material that reportedly super conducts near room temperature and under much less pressure than others. അതായത് വേറൊരു ക്ലെയിം ഈ വർഷം തന്നെ പറഞ്ഞ വേറൊരു ക്ലെയിം ഇതായിരുന്നു, ഒരു സൂപ്പർ കണ്ടക്ടേഴ്സിനെ പറ്റി തന്നെ പറഞ്ഞിരുന്നു. അതിൻ്റെ പ്രത്യേകത വെച്ചാൽ നിയർ റൂം ടെമ്പറേച്ചർ അടുത്ത് വരുന്ന എന്നാൽ അണ്ടർ മച്ച് ലെസ് പ്രഷർ, റൂം പ്രഷർ വേണ്ട അതിനേക്കാളും പ്രഷർ കുറഞ്ഞ അത് കൈൻഡ് ഓഫ് തിങ്സിൻ്റെയും മറ്റ് കൈൻഡ്സിനെ പറ്റിയും അതിൻ്റെ ഒറിജിനേറ്റേഴ്സ് ഷെയർഡ് ഇൻസ്ട്രക്ഷൻ ടു സിന്തസൈസ് ഇറ്റ്. അങ്ങനെയുള്ള ഒറിജിനേറ്റേഴ്സ് അതിൻ്റെ ഇൻസ്ട്രക്ഷൻ എങ്ങനെ ഇത് സിന്തസൈസ് ചെയ്യേണ്ടത് പറഞ്ഞായിരുന്നു. ബട്ട് they refuse to share samples. പക്ഷെ അവരെന്ത് ചെയ്തില്ല, അവർ സാമ്പിൾസ് നമുക്ക് അയച്ചു തന്നില്ല. അതുകൊണ്ട് തന്നെ കാരണം അങ്ങനെ അവർ അയച്ചു തന്നില്ല, ക്ലെയിമിംഗ് ദാറ്റ് ദേ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി. അത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അല്ല, അതങ്ങനെ എല്ലാവർക്കും അങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അവരെന്ത് ചെയ്തു, അത് അയച്ചു തന്നുമില്ല. സാമ്പിൾസ് അയച്ച് ഷെയർ ചെയ്യാൻ ഭയങ്കരമായിട്ട് റിലക്റ്റൻ്റ് ആയിരുന്നു അവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇപ്പോഴൊരു എന്താ പറയുക തെളിയിക്കപ്പെടാൻ നിൽക്കുന്നൊരു വേറൊരു ക്ലെയിമായിട്ട് അത് അവിടെ കിടക്കുകയാണ് അവിടെ ആ സൂപ്പർ കണ്ടക്ടറിനെ പറ്റി. Well, this may be their refusal vitiated the proper process of science. ഇത് സയൻസിൻ്റെയാണ്, നമ്മുടെ ഒരാളുടെ പ്രോപ്പർട്ടിയായിട്ട് നമുക്ക് ഒരിക്കലും ഇത് പറയാൻ പറ്റില്ല, ശാസ്ത്ര ലോകത്തിൻ്റെയാണ് എന്ന് പറയും അല്ലേ. പ്രോസസ് ഓഫ് സയൻസിന് വേണ്ടിയിട്ടാണിത്. അതുകൊണ്ട് തന്നെ ആ റിഫ്യൂസൽ എന്ത് ചെയ്തു, ദേ ഇംപെയർഡ്, വിറ്റേറ്റ് ചെയ്തു, ഒരു സയൻസ് ലോകത്തിനെ മൊത്തത്തിൽ ഇമ്പയർ ചെയ്ത് കളഞ്ഞു ഇൻ ദ ഫേസ് ഓഫ് സച്ച് ആൻ എക്സ്ട്രോർഡിനറി ക്ലെയിം. ഇത്രമാത്രം ഒരു എക്സ്ട്രോർഡിനറി ക്ലെയിം, ഒരു സൂപ്പർ കണ്ടക്ടർ ഞങ്ങൾ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ട് അതിനെ അവർ
അതിനെ ആ ഒരു ക്ലെയിമിനെ കൺഫ്രണ്ട് ചെയ്യുന്നതിന് പകരം അവർ എന്ത് ചെയ്തു, അതിനെ തരാൻ വിസമ്മതിക്കുക എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക സയന്റിഫിക് ലോകത്തോട് എതിർപ്പ് കാണിക്കുന്നതിനോട് തുല്യമാണ്. ഫൈനലി, despite the lucrative profit of the potentially revolutionary technology and bearing in mind the margin of error, അപ്പം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, മനസ്സിലോട്ട് വെച്ചോണം, ഇത് ടേക്ക് ഇൻ ടു അക്കൗണ്ട് എത്രമാത്രം എറർ, മാർജിൻ ഓഫ് എറർ ഇതിന് വരാം അല്ലേ. ഒരു മാർജിൻ ഓഫ് എറർ എത്രമാത്രം വരെ സൂപ്പർ കണ്ടക്ടിവിറ്റി റിസർച്ച് നടത്തുമ്പോൾ എത്രമാത്രം എറർ സംഭവിക്കാം എന്നുള്ളത് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. മാത്രമല്ല എത്രമാത്രം പ്രോഫിറ്റ് ഇതിൽ നിന്ന് നമുക്ക് നേടും, പൊട്ടൻഷ്യലി റെവല്യൂഷണറി ആയിട്ട് പ്രോഫിറ്റാണ് ഇതിൽ മേക്ക് ചെയ്യാൻ പറ്റുക, ടെക്നോളജിയിൽ മൊത്തത്തിൽ മേക്ക് ചെയ്യാൻ പറ്റുന്ന, അതും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. പ്രോഫിറ്റ് മേക്കിങ്ങിൻ്റെ കാര്യം ശ്രദ്ധിക്കാം, എത്രമാത്രം ലാഭം കൊയ്യാൻ പറ്റും, അതുപോലെ നമ്മുടെ മാർജിൻ ഓഫ് എറർ എത്രമാത്രം പറ്റും ഈ പറയുന്ന സൂപ്പർ കണ്ടക്ടിവിറ്റി റിസർച്ചിൽ എന്നുള്ള കാര്യം കൂടെ ശ്രദ്ധിക്കാം. ദാറ്റ് ഈസ് വെരി സ്മോൾ, ഒരു ഭയങ്കര സ്മോൾ ആയിട്ടിരിക്കണം. നോൺ എക്സ്പേർട്ട് ഷുഡ് വെയിറ്റ്. അപ്പോൾ നോൺ എക്സ്പേർട്സ് ആയിട്ട് ആൾക്കാരാണെങ്കിൽ ഓർക്കണം, ഇങ്ങനെ ഒരു കാര്യം നമ്മൾ സൂപ്പർ കണ്ടക്ടിവിറ്റിൻ്റെ മാർജിൻ ഓഫ് എറർ വളരെ സ്മോൾ ആണെങ്കിൽ മാത്രമേ നമുക്കതിന് അതിന് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും, സാങ്ഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നോൺ എക്സ്പേർട്സ് ആയിട്ട് ആൾക്കാർ വെയിറ്റ് ചെയ്യണം. ദേ ഹാവ് ടു വെയിറ്റ് ഫോർ ഇൻഡിപെൻഡൻറ്റ് വെരിഫിക്കേഷൻ. എന്നിട്ട് അത് എത്ര സ്ലോ ആണെങ്കിലും കുഴപ്പമില്ല, ഈവൻ ഇഫ് ഇറ്റ് ഇസ് സ്ലോ ടു കം ഫ്രം എ ക്വാളിഫൈഡ് റിസർച്ച് ഗ്രൂപ്പ് ബിഫോർ മേക്കിംഗ് അപ്പ് ദെയർ മൈൻഡ് അബൌട്ട് ഇറ്റ്. അപ്പോൾ ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുൻപ്, ബിഫോർ മേക്കിംഗ് അപ്പ് ദെയർ മൈൻഡ്, ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് എത്രമാത്രം സ്ലോ ആയിട്ട് വന്നാലും കുഴപ്പമില്ല, ക്വാളിഫൈഡ് ആയിട്ട് റിസർച്ച് ഗ്രൂപ്പ് അതിനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു വെരിഫിക്കേഷൻ നടത്തിയിട്ട് മാത്രമേ ഈ ക്ലെയിമിനെ നമുക്ക് ശരിവെക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു അനലിറ്റിക്കൽ ആർട്ടിക്കിളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അപ്പോൾ ഓർത്താൽ മതി, LK99 എന്ന് പറഞ്ഞത് സൂപ്പർ കണ്ടക്ടറാണ്. ഈ സൂപ്പർ കണ്ടക്ടറിനെ പറ്റി അവർ കണ്ടുപിടിച്ചു എന്ന് പറയുന്ന ക്ലെയിം ചെയ്യപ്പെടുന്ന സൗത്ത് കൊറിയ ആണ് കണ്ടുപിടിച്ചെന്ന് പറയുന്നു. ആൻഡ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ, ആംബിയൻ ടെമ്പറേച്ചറിൽ, അതുപോലെ തന്നെ റൂം അറ്റ്മോസ്ഫിയറിൽ റൂം പ്രഷറിന് ഇതിന് ഡയറക്റ്റ് കറണ്ടിനെ കണ്ടക്ട് ചെയ്യാൻ പറ്റും വിത്തൗട്ട് റെസിസ്റ്റൻസ്, അതായത് സീറോ റെസിസ്റ്റൻസിൽ ചെയ്യാൻ പറ്റും, എനർജി ലോസ് ഇല്ലാതെ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതാണ് ഇതിൻ്റെ ക്ലെയിം. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഇസ് ടു മച്ച് ഫോർ യു. I mean, it's clear to you. Okay, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് സമയം ഒരുപാട് വൈകിക്കൊണ്ട് ഞാൻ സെൻറ്റൻസിന് വായിക്കുന്നില്ല, ബാക്കിയുള്ള സെൻറ്റൻസിനെ വായിക്കുന്നില്ല. നമുക്ക് നേരെ നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, മനസ്സിലാക്കി തംസപ്പെട്ട പിള്ളേരെ. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ബട്ട് ആനന്ദ് നെവർ ലോസ്റ്റ് ഹിസ് ഇന്ത്യ നമ്പർ 1 റാങ്ക് ഇൻ ഫിഡെയ്സ് റേറ്റിംഗ് ലിസ്റ്റ് സിൻസ് ജൂലൈ 1986 when he overtook പ്രവീൺ തിപ്സെ. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ആൻസർ ഒന്ന് വേഗം പറഞ്ഞേ. ഇത് വളരെ ഞാനിങ്ങനെ പ്രതീക്ഷിച്ചു ആരെങ്കിലുമൊക്കെ ആൻസർ പറയായിരുന്നു എന്ന്. നോക്കിക്കേ. But Anand never lost his India number 1 rank in FIDE's ranking list since July 1986 when he took Praveen Tipse. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ആൻസർ പെട്ടെന്ന് പറയാമോ? ഒരു ക്ലൂ ഞാൻ പറയാവേ, നമ്മളോട് എപ്പോഴും സിൻസ് വെച്ചിട്ടൊരു കാര്യം പറയുന്നുണ്ടെങ്കിൽ, പ്രവീൺ തിപ്സയെ ഓവർടേക്ക് ചെയ്തായിരുന്നു നമ്മുടെ ആനന്ദ്. അപ്പോഴാണ് ഗ്രാൻഡ് മാസ്റ്റർ ടൈറ്റിലോട്ട് പുള്ളിക്കാരൻ കിട്ടിയത് അല്ലേ. അത് എപ്പോഴാണ് നടത്തിയത്? സിൻസ് അപ്പം 1986 നടത്തിയത്. ആ 1986 മുതൽ ഇതുവരെ ഈ പറയുന്ന ഇന്നലെ വരെ നമ്മൾ കണ്ടത് നമ്മുടെ പുള്ളിയുടെ പേര് മറന്നുപോയല്ലോ, 17 വയസ്സുകാരൻ ചെറുക്കൻ ആനന്ദിൻ്റെ ടൈറ്റിൽ എടുത്ത് മാറ്റി പുള്ളി നമ്പർ 1 ആയിട്ട് വന്നു, ഇന്ത്യയിലെ നമ്പർ 1 റാങ്കിലോട്ട് വന്ന്. അപ്പോൾ പുള്ളിയാണ് അതുവരെ ആര് ലോസ് ചെയ്തിട്ടില്ല, ആനന്ദ് ലോസ് ചെയ്തിട്ടില്ല. അതുവരെ ആനന്ദ് ഓക്കെ ആയിരുന്നു. അപ്പോൾ ഹാസ് ലോസ്റ്റ് ആണ്, ഹാസ് നെവർ ലോസ്റ്റ്. അപ്പോൾ ഇവിടെ ഒരു ഹാസ് കൊടുക്കാൻ മറക്കണ്ട, ഹാസ് നെവർ ലോസ്റ്റ്. ബട്ട് ആനന്ദ് ഹാസ് നെവർ ലോസ്റ്റ് ഹിസ് ഇന്ത്യ നമ്പർ 1 റാങ്ക് ഇൻ ഫിഡെയ്സ് റേറ്റിംഗ് സിൻസ് ജൂലൈ 1986. അതുവരെ, അത് കഴിഞ്ഞപ്പോൾ പുള്ളി ലൂസായി അല്ലേ. അപ്പം നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് പറയും. ഈ ഒരു മൊമെന്റ് വരെ ആനന്ദായിരുന്നു നമ്മുടെ ഇന്ത്യയുടെ നമ്പർ 1 ടൈറ്റിൽ ഹോൾഡർ ആയിട്ടുള്ള. അപ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് നമ്മൾ സിൻസ് പറയുമ്പോൾ കൃത്യമായിട്ട് ഓർത്ത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട് സിൻസ് ഫോറിൻ്റെ കൂടെ. പിന്നെ ഇവിടെ ഇന്നലെ നമ്മൾ വായിച്ചപ്പോൾ നമുക്കത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് കൊടുക്കാൻ പറ്റും. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അല്ല, കാര്യം ഇപ്പം വേറൊരാൾ ടൈറ്റിൽ എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അത് സംഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്, ജസ്റ്റ് ഹാപ്പൻഡ് ആയിട്ടുള്ളൊരു ആക്ഷനാണ്. അതുകൊണ്ട് നമുക്കവിടെ ഹാസ് ഓവർടേക്കൺ അല്ല കേട്ടോ, അത് കറക്റ്റാണ്. അവിടെ ഓവർടുക്ക് തന്നെയാണ്, അത് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് കൊടുത്ത് മാത്രമാണ്. അവിടെ ആനന്ദ് ഹാസ് നെവർ ലോസ്റ്റ് ആണ് വേണ്ട കേട്ടോ, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് മൂവ്. ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. പാകിസ്ഥാൻസ് എസ്റ്റാബ്ലിഷ്മെന്റ് സീംസ് ഇന്റന്റ് ഓൺ യൂസിങ് ഓൾ മീൻസ് ടു തോട്ട് ഇമ്രാൻ ഖാൻ. അപ്പോൾ ഇമ്രാൻ ഖാനിനെ പറ്റിയും അയാളെ ചാർജ് ചെയ്യുന്നതിനെ പറ്റിയൊക്കെയാണ് ഇന്നത്തെ ആർട്ടിക്കിൾ നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞേ. അപ്പോൾ അതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ. ടേക്ക് എ സ്ക്രീൻഷോട്ട് എന്നിട്ട് ആൻസർ എനിക്ക് തരാം കോമന്റ് സെക്ഷനിൽ. വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻ ആണ്.
നിങ്ങൾക്കത് ഒറ്റ നോട്ടത്തിൽ കിട്ടും. അപ്പോൾ നോക്കിയിട്ട് ആൻസർ എനിക്ക് പോസ്റ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തൊരു ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. KPSC ഷോർട്ട് സെലക്ഷൻ അതുപോലെ Adda247 കേരള എന്ന ടെലിഗ്രാം ചാനൽ നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ക്ലിക്ക് ചെയ്യുക, ജോയിൻ ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. കണ്ടുകൊണ്ടേയിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട മറ്റുള്ളവർക്ക്. കോമന്റ് സെക്ഷനിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താ പറയുക ഇടാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കണ്ട. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട് പീപ്പിൾ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഹാവ് എ വണ്ടർഫുൾ ഡേ. ഇന്ന് വൈകിട്ട് 6 മണിക്ക് ഡിഗ്രി മെയിൻസിൻ്റെ ക്ലാസ്സുമായിട്ട് കാണാം. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ബൈ, ടേക്ക് കെയർ.